നമസ്തേ, എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ഒറ്റ മനുഷ്യനെയും ഏഷ്യയെയും ഉറ്റുനോക്കുകയാണ്. നമ്മളിവിടെ ചില അവാർഡുകൾ, ചില കോർപ്പറേഷൻ സ്ഥാനങ്ങൾ ഒക്കെ നേടാനായി ശുപാർശ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അത്തരം ഒരു കഥയാണ് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രണ്ട് ലേഖകർ മുജീബ് മാഷാൽ, അനുപ്രീത ദാസ്, വാഷിംഗ്ടൺ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ടൈലർ പേജ് എന്നിവർ ചേർന്ന് ഒട്ടേറെ മാസങ്ങളുടെ, ആഴ്ചകളുടെ റിസർച്ചിന് ശേഷം തയ്യാറാക്കിയ ലേഖനമാണ്. അതിലേറ്റവും കാതലായ ഭാഗം ജൂൺ 17, 2025 ജൂൺ 17 G7 സമ്മിറ്റിൽ നിന്ന് നേരത്തെ പുറപ്പെട്ട ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെടുന്നു. 35 മിനിറ്റ് നീണ്ട സംഭാഷണം. അതിനിടയിൽ പലവട്ടം ട്രംപ് പറയാൻ ശ്രമിക്കുന്നു, ഐ എം റിയലി പ്രൗഡ്, എനിക്ക് അഭിമാനമുണ്ട് ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ, അതിൽ എൻ്റെ പങ്കിനെ ഓർത്ത്. ഇതിൻ്റെ പേരിൽ നൊബേൽ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസിന് എന്നെ ശുപാർശ ചെയ്യാം എന്ന് പാകിസ്ഥാൻ ഏറ്റിരിക്കുകയാണ്. അത് കേട്ടിട്ട് മോദി ഒന്നും മിണ്ടിയിട്ടില്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ആവർത്തിച്ച് പറഞ്ഞപ്പോൾ സഹികെട്ട് മോദി പറഞ്ഞു, ഒരു മൂന്നാം കക്ഷിയും ഇടപെട്ടിട്ടില്ല, ഇത് നേരിട്ട് തീർച്ചയാണ്. പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചു, ഞങ്ങൾ വഴങ്ങി, സമാധാനത്തിൻ്റെ പേരിൽ, സാഹോദര്യത്തിൻ്റെ പേരിൽ. അവിടെ തുടങ്ങി ലോക പൊളിറ്റിക്സിൻ്റെ ഒരു വഴിത്തിരിവ്. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി പടുത്തുയർത്തിയ ഭാരത-US ബന്ധം സമീപകാലത്ത് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരുന്നു. അത് സാങ്കേതിക മേഖലയിൽ, പ്രതിരോധ മേഖലയിലൊക്കെ വൻതോതിലുള്ള പർച്ചേസിന്, വലിയ കരാറുകൾക്കൊക്കെ വഴിതെരിച്ച ആ ഒരു ബന്ധം പെട്ടെന്നുലഞ്ഞു. അതിന് പിന്നിൽ ട്രംപിൻ്റെ ഈ നീരസമായിരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് തന്നെ പുറത്തുവിട്ട വാർത്ത. എന്തായാലും കാലം മാറി മറിഞ്ഞു. ജൂൺ തൊട്ട് ഭാരതം നിലപാട് മാറ്റി, ഭാരതം തന്ത്രം മാറ്റി. ഇപ്പോൾ ചൈനയോടടുക്കുകയാണ്, പുട്ടിനെ ചേർത്ത് നിർത്തുകയാണ്. ഏറ്റവും ഒടുവിൽ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇരുകൂട്ടരും പരസ്പരം ഹസ്തദാനം ചെയ്തു. നമ്മൾ ഇത് കാണിച്ചതുപോലെ ഹിമാലയം പുഞ്ചിരിച്ചു. എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. നമുക്കിപ്പം അതിഥികളായി ശ്രീ KVS ഹരിദാസ്, BJP, ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, ഒപ്പം ഡോക്ടർ K ജയപ്രസാദ്, വിദേശകാര്യ വിദഗ്ധൻ നമ്മോടൊപ്പം ചേരുമ്പോൾ ആദ്യം തന്നെ ഡോക്ടർ ജയപ്രസാദിലേക്കാണ്. വളരെ ചുരുക്കത്തിൽ ഒരു ഇൻട്രോ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം ചൈനയുടെ കാര്യത്തിൽ, ചൈന എന്നുള്ള വിഷയം തന്നെ വർഷങ്ങളായി കൈകാര്യം ചെയ്തിരുന്ന അങ്ങയിൽ നിന്ന് ഇത് വളരെ സൂക്ഷ്മതയോടെ ഒരുപാട് ആലോചിച്ചായിരിക്കുമല്ലോ ഭാരതം ഈ ചുവട് എടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത്. അതിൽ പ്രധാനമായ കാര്യം, നമ്മുടെ ആത്മാവിനെ നോവിപ്പിച്ച ഒരു യുദ്ധമെന്ന് പറയുന്നത് 1962 ചൈന ഇന്ത്യയെ വഞ്ചനാപരമായ രീതിയിൽ നടത്തിയൊരു ആക്രമണമാണ്. നമ്മൾ മറ്റ് പല യുദ്ധങ്ങളും നമ്മൾ നേരിട്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും നമ്മളെ സംബന്ധിച്ച് അത്ര വലിയ വിഷയങ്ങളായിരുന്നില്ല. പിന്നീട് ഏതാണ്ട് അതേ നിലപാടിലൂടെയാണ് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ട്രേഡ് വാർ, ഈ ഒരു ടാരിഫ് വാർ എന്നുള്ള രീതിയിൽ ഞാനതിനെ കാണുന്നത്. കാരണം ഇന്ത്യ വളരെയധികം സൗഹൃദം കഴിഞ്ഞ ഏതാണ്ട് 25-30 വർഷങ്ങളായിട്ട് ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങൾ വളരെയധികം മേഖലകളിലേക്ക് വ്യാപിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ സമൂഹങ്ങളുടെ അടുപ്പം, അത് പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻസിലും വളരെയധികം നല്ല ബന്ധങ്ങളുള്ള രണ്ട് രാജ്യങ്ങളാണ്. അതിൽ വഞ്ചനാപരമായ ഒരു നിലപാടിലൂടെ ട്രംപിൻ്റെ നമ്മൾ ടാരിഫ് ഉയർത്തിയതൊരു വിഷയമല്ല, പക്ഷേ അദ്ദേഹത്തിന് പിഴ ചുമത്താനുള്ള അവകാശമില്ല. ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ ഏത് രാജ്യത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം, എന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഇപ്പോൾ ഓയിൽ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ട്രംപിന് നാളെ ആയുധങ്ങളും അവിടെ നിന്ന് വാങ്ങാൻ പാടില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഒരു സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ആ തരത്തിലുള്ള ആഭ്യന്തര കാര്യങ്ങളിലെ ഇടപെടൽ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഇന്ത്യ-ചൈന ബന്ധങ്ങളിൽ ഉണ്ടായ മാറ്റം. അത് ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അങ്ങനെ പെർമനൻ്റ് ശത്രുവോ പെർമനൻ്റ് സുഹൃത്തുക്കളോ ഇല്ല. രാജ്യ താല്പര്യം തന്നെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പരമമായ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രായോഗികമായ നിലപാടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ-ചൈന ബന്ധങ്ങളിൽ പലപ്പോഴും ഒരുപാട് കരിനിഴൽ വീണിട്ടുണ്ടെങ്കിലും, വിശേഷിച്ചും ഗാൽവാന് ശേഷം, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ പ്രോ ചൈന ലൈനെടുത്തൊരു ഭരണകൂടമാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ചൈനയുടെ ഗാൽവാനിലെ ആക്രമണത്തിന് ശേഷമാണ് നമ്മുടെ നിലപാട് മാറ്റുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ ട്രേഡ് റിലേഷൻസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ
ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണർ. ഏതാണ്ട് $120 ബില്യൺ ആണ് നമ്മൾ തമ്മിലുള്ള ഇതിൽ വലിയൊരു. ഇപ്പോൾ നമ്മൾ ചൈനയ്ക്ക് കയറ്റുമതി ചെയ്യുന്നത് വെറും 15-16 ബില്യൺ ഉൽപ്പന്നങ്ങളേ ഉള്ളൂ. അതേസമയം ചൈനയെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ പല വ്യവസായങ്ങളും, വിശേഷം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി പലതും നിലനിൽക്കുന്നതിന്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ട്രേഡ് റിലേഷൻസിനെ കാര്യമായി ബാധിച്ചിട്ടില്ല. ചില ഉപരോധങ്ങൾ നമ്മൾ ചൈനീസ് ആപ്പുകൾ മറ്റിലൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അത് സുരക്ഷയെ കരുതി എടുത്ത നടപടികൾ. സാർ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ KVS ഹരിദാസ്, അല്പം മുമ്പ് വരെ ഭാരതത്തിൻ്റെ പാർട്ട്ണർ ആണെന്നുള്ളതിൽ US അഭിമാനം കൊണ്ടിരുന്നു. US-ന് ഭാരതത്തെ കൊണ്ട് ഉപയോഗം ഉണ്ടായിരുന്നു. ചൈനയെ നിലയ്ക്ക് നിർത്താൻ ഭാരതമാവട്ടെ വികസനത്തിൻ്റെ പുതിയ പാതയിൽ മുന്നോട്ടുള്ള കുതിപ്പിൽ US-നെ ഒപ്പം കൂട്ടി. രണ്ടാമത്, ചൈനയെ തകർക്കാൻ അല്ലെങ്കിൽ ചൈനയിലെ നിർമ്മാണ മേഖല അല്ലെങ്കിൽ ചൈനയുടെ കുത്തകയെ തകർക്കാൻ നല്ലൊരു ആയുധമായി, നല്ലൊരു കൂട്ടാളിയായി ഭാരതത്തെ US കണ്ടു. സന്തോഷമാണ്. കാര്യം ആപ്പിൾ അടക്കമുള്ള ഭീമന്മാർ അവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകി നമ്മുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി, ആ തീമുമായി യോജിച്ചു പോകുന്ന വിധത്തിൽ വൻതോതിൽ നിക്ഷേപം ഇവിടേക്ക് വന്നു. പക്ഷേ US അതിൻ്റെ സൗഹൃദത്തിൻ്റെ ഹസ്തദാനം അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ ഹസ്തം നീട്ടുമ്പോഴും പണ്ട് തൊട്ടേയുള്ള ഒരു ജന്മി കുടിയാൻ മനോഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് വേണ്ടേ കരുതാൻ. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തു തുടങ്ങിയിട്ട് കാലം കുറയായി. വ്യാപാര കരാറിനോടടുത്തപ്പോൾ അവർക്കൊട്ടും രുചിക്കാത്ത രണ്ടുപേർ ചർച്ചയ്ക്ക് എത്തിയപ്പോൾ, ഞാൻ സൂചിപ്പിക്കുന്നത് പീയൂഷ് ഗോയലും S ജയശങ്കറും, അവർ വച്ച ചില നിബന്ധനകൾ സാധ്യമല്ല എന്ന് ഭാരതം ഉറക്കെ പറഞ്ഞപ്പോൾ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു ഭാരതത്തെ അവർ ആദ്യമായിട്ടാണ് കണ്ടത്. അത് സഹിച്ചില്ല. പെട്ടെന്ന് തന്നെ ടാരിഫിലേക്ക് നീങ്ങുന്നു. അതിനടുത്ത ദിവസം അഡീഷണൽ ടാരിഫ് പ്രഖ്യാപിക്കുന്നു. ലോകത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം. ഏറ്റവും ഒടുവിൽ ഈ തീരുമാനത്തെക്കുറിച്ച് അവിടെ നിന്ന് ഉയർന്ന വിമർശനത്തിൽ ഏറ്റവും പുതിയത് ജെയ്ക്ക് സള്ളിവൻ, മുൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ബ്രാൻഡ് അമേരിക്ക ഈസ് ഇൻ ദ ടോയ്ലറ്റ് എന്നാണ് പറഞ്ഞത്. അമേരിക്ക എന്നുള്ള ബ്രാൻഡ് ഇന്ന് ശുചിമുറിയിൽ കിടക്കുകയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക ഭാരതത്തെ, പുതിയ ഭാരതത്തെ, നവഭാരതത്തെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ KVS സർ? അല്ല, ഇതൊരു ഒരു ശരിയായ നിരീക്ഷണമാണ് പ്രദീപ് പിള്ളയുടേത്. പക്ഷെ ഒരു കാര്യം ട്രംപ് മറന്നു പോയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നത് തന്നെയാണ്. പഴയകാലത്ത് മൻമോഹൻ സിംഗിനെയും കോൺഗ്രസ് നേതാക്കന്മാരെയും ഒക്കെ സ്വന്തം വരുതിക്ക് നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മോഡി കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് വേറെ താല്പര്യങ്ങളൊന്നുമില്ല, രാജ്യ താല്പര്യം മാത്രം. ഇന്ത്യക്ക് എന്ത് നേടാൻ പറ്റുമോ അത് മാത്രമേ അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളൂ. ട്രംപുമായിട്ട് നല്ല സൗഹൃദം പങ്കുവയ്ക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ഓരോ കരുക്കളും നീക്കിയത് അത് രാജ്യത്തിന് എത്രത്തോളം ഗുണകരമാക്കാൻ പറ്റും എന്ന നിലയിൽ തന്നെയാണ്. പ്രദീപ്, ഒരു കാര്യം കൂടി ഓർക്കണം. ഒരു ഘട്ടത്തിൽ ഈ ടാരിഫ് വാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് ട്രംപ് തന്നെ അഡ്മിറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു നല്ല മീഡിയേറ്ററാണ്, നല്ല ബാർഗെയിനറാണ്, ഐ നോ ദാറ്റ് എന്ന് മോഡിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എവിടെയോ ട്രംപിന് തെറ്റുപറ്റി എന്നത് ഇപ്പോൾ ലോകം അംഗീകരിക്കുന്നു. അമേരിക്ക ശരിവച്ചിരിക്കുന്നു. അമേരിക്കയ്ക്കുള്ളിൽ നടക്കുന്ന ചർച്ചകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു വലിയ ബ്ലണ്ടറാണ് ട്രംപ് കാണിച്ചത് എന്ന് അവിടെ അകത്ത് ചർച്ച നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ. നമ്മളെല്ലാ ഓപ്ഷൻസും ഇപ്പോൾ ജയശങ്കർ സോവിയറ്റ് യൂണിയനിൽ പോയിട്ട്, നമ്മുടെ വിദേശകാര്യമന്ത്രി റഷ്യയിൽ പോയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. പഴയ കാലത്ത് ഇന്ത്യയുടെ മുമ്പിൽ പല കാര്യങ്ങൾക്കും ഓരോ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. നൗ ദ ഓപ്ഷൻസ് ആർ ഓപ്പൺ. എവിടെ നിന്ന്, ആരിൽ നിന്ന്, എങ്ങനെ വേണമെങ്കിലും ഇന്ത്യക്ക് ആവശ്യമുള്ള സാമഗ്രികൾ വാങ്ങാനും വിൽക്കാനും അതിനുള്ള അവസരങ്ങൾ ഇന്ത്യ ഉണ്ടാക്കുന്നു. അത് ഇന്ത്യയുടെ പുതിയ ഒരു നയതന്ത്രമാണ്, പുതിയ കച്ചവട തന്ത്രവും കൂടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യക്ക് വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. പഴയ ഇന്ത്യ അല്ല, ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദിയുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണ്. നമ്മൾ ഇന്ന് ലോകത്തിലെ എക്കണോമിയിൽ 4ാം സ്ഥാനത്താണ്, 3ാം സ്ഥാനത്തേക്ക് കാലെടുത്ത് വെച്ച് നിൽക്കുക.
അപ്പോൾ അത് മാത്രമല്ല, മോഡിക്ക് ആഗോള തലത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രതിച്ഛായ എന്ന് ലോകരാജ്യങ്ങൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയിലേക്കാണ്. പഴയ കാലത്ത് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയിലേക്കും അമേരിക്കൻ പ്രസിഡന്റിലേക്കും ചൈനയുടെ പ്രസിഡന്റിലേക്കും ഒക്കെ നോക്കിയിരുന്ന ആൾക്കാർ ഇന്ന് ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയിലേക്കാണ്. നരേന്ദ്രമോദി എന്ത് പറയുന്നു, നരേന്ദ്രമോദിയുടെ ഉപദേശം എന്താണ് എന്ന് ചോദിക്കുന്ന സ്ഥിതി. ആ ഒരു ടോൾ ഫിഗർ ഉയർന്നു നിൽക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി, അത് ഭാരതത്തിൻ്റെ അഭിമാനം കൂടിയാണ്. അത് തന്നെയാണ് ഇന്ന് ട്രംപ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. അത് ലോകം മോഡിയെ കാണുന്നത് വേറൊന്നാണ്. ലോകത്തിനൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ മോഡിക്കൊപ്പം നിൽക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകും എന്ന് കണ്ടറിയാൻ ട്രംപിന് കഴിയാതെ വന്നു. അതിന് ഒരുപാട് പ്രായശ്ചിത്തം ഇനിയിപ്പോൾ നാളുകളിൽ ട്രംപ് ചെയ്യേണ്ടി വരും, അത് ഉറപ്പാണ്. എഡിറ്റേഴ്സ് ചോയ്സ് തുടരുകയാണ്. തന്ത്രം നയതന്ത്രം. ജയപ്രസാദ് സാറിലേക്ക് സാർ, 2-3 കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് ജപ്പാനുണ്ട്, ഒരു ഭാഗത്ത് റഷ്യയുണ്ട്, ഒരു ഭാഗത്ത് ചൈനയുമുണ്ട്. ഭാരതം പ്രധാനമന്ത്രി അല്ലെങ്കിൽ മറ്റ് അതിഥികളൊക്കെ മടങ്ങിക്കഴിഞ്ഞാലും പുടിൻ തുടരുകയാണ് ചൈനയിൽ. ഒരു ചൈന റഷ്യ അച്ചുതണ്ട് ഒരു ഭാഗത്തുണ്ട്. അത് ഇരുകൂട്ടരുടെയും ഒരുപക്ഷെ സുരക്ഷിതത്വത്തെ കരുതിയാകാം, പൊതുശത്രുവായ US നേരിടാനുമാവാം. കാര്യം തൊട്ടടുത്ത് നേറ്റോ ഉണ്ട്, US പറയുന്നത് പോലെ കേൾക്കും എന്ന് ധരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പും ഓരോ നീക്കവും വളരെ ശ്രദ്ധിച്ചു വേണ്ടി. കാര്യം ചൈന ഈ പറഞ്ഞതുപോലെ ചൈനയ്ക്കൊരു ചരിത്രമുണ്ട്. ഈ ഘട്ടത്തിൽ അതിൻ്റെ നെഗറ്റിവിറ്റീസിലേക്ക് പോകുന്നില്ല. മറുഭാഗത്ത് റഷ്യ പൂർണ്ണമായും ചൈനയെ കൈവിടില്ല എന്നുറപ്പാണ്. പക്ഷേ നിർണായക ഘട്ടങ്ങളിലെല്ലാം ഭാരതത്തിനൊപ്പം റഷ്യ നിന്നു. പിന്നെ യൂറപ്പ് ഈ ട്രംപിനെ നേരിടാൻ വേണ്ടി ചൈനയോട് അടുക്കുമ്പോൾ ജപ്പാൻ്റെ അവസ്ഥ എന്താവും? കാര്യം ചൈനയും ജപ്പാനും ഒരിക്കലും ഒരു ഐ ടു ഐ ഒരിക്കലും കാണാത്ത ശത്രുക്കളെ പോലെ തന്നെ പെരുമാറുന്നവർ. അപ്പോൾ ഇതൊരു വളരെ ഒരു കോംപ്ലിക്കേറ്റഡ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എന്ന് വിലയിരുത്താമോ ഡോക്ടർ ജയപ്രസാദ്? നമ്മുടെ രാജ്യത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം 11 വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നയങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ഏതെങ്കിലും രാജ്യങ്ങളോടുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ഒരു തരത്തിലും നമ്മുടെ അതായത് രാജ്യ താല്പര്യത്തെയോ അതേ നമ്മുടെ മറ്റു രാജ്യങ്ങളുടെ ബന്ധങ്ങളെയോ അത് ബാധിക്കാറില്ല. കാരണം ഉക്രൈനുമായിട്ട് ഇന്നും നമുക്ക് വളരെ നല്ല ബന്ധമുണ്ട്, അതുപോലെ തന്നെയാണ് റഷ്യയുമായിട്ട് ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉക്രൈൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹം ട്വിറ്ററിൽ വളരെ ഒരു നീണ്ട ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം വളരെയധികം പ്രതീക്ഷയോടെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ പൂർണ്ണമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ സമർപ്പിച്ചുകൊണ്ടാണ് ആ ട്വിറ്ററിൽ അദ്ദേഹം ഇന്നലെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് നമ്മളുടേതായ നയതന്ത്ര ബന്ധമെന്ന് പറയുന്നത് ഒരു പ്രത്യേക തലത്തിലൊരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഇല്ല, രാജ്യ താല്പര്യം ഒരു ഭാഗത്ത് നോക്കുകയും ലോക സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഭാരതം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മളിപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ചൈനയോട് സൗഹൃദം സ്ഥാപിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ഈ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്, അതായത് ഗാൽവാന് ശേഷമുണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റം വേണമെന്നുള്ള വാദം വന്നത് ചൈനയിൽ നിന്നാണ്. ഇപ്പം ചൈനയുടെ പ്രസിഡൻറ്റ് ഇന്ത്യൻ പ്രസിഡൻറ്റിന് എഴുതുന്ന കത്ത് ഏതാണ്ട് മാർച്ച് മാസത്തിലാണ്. അപ്പോൾ അതിനുശേഷം ചൈനയുടെ ഭാഗത്തുണ്ടാകുന്ന ഇനിഷ്യേറ്റീവ്സ്, കാരണം ചൈന തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഭാരതം ഒരിക്കലും ചൈനയുടെ ശത്രുവല്ല, ഭാരതത്തെ ശത്രുവാക്കുന്നത് ചൈനയ്ക്കും ഗുണകരമല്ല, മറിച്ച് രണ്ട് രാജ്യങ്ങളും സൗഹൃദത്തോടെ പങ്കാളികളായി മാറുകയാണെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഇനി നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ലോക സമ്പദ് വ്യവസ്ഥയുടെ 2-3 ശക്തികളാണ്. ജനസംഖ്യയിൽ ലോകത്തിൽ തന്നെ ഏതാണ്ട് 2% ഭാഗം ഈ 2 രാജ്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഈ 2 രാജ്യങ്ങളും രാഷ്ട്രീയമായ വിഷയങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അതിർത്തിയിലെ ചൈനയുടെ കടന്നുകയറ്റം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റു സമസ്ത മേഖലയിലും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അത് ലോക താല്പര്യത്തിനും ഏഷ്യയുടെ താല്പര്യത്തിനും 2 ജനസമൂഹങ്ങളുടെ നന്മയ്ക്കും അത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചൈനയുടെ ഇനിഷ്യേറ്റീവാണ്. അതുകൊണ്ട് നമ്മളുടെ ബന്ധങ്ങൾ ഒരിക്കലും തകർച്ച വരാൻ പോകുന്നില്ല. ഒന്ന് അമേരിക്കയുടെ ബന്ധം പോലും ഞാൻ വിചാരിക്കുന്നില്ല ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഇനിഷ്യേറ്റീവ്സ് പരാജയപ്പെടാനാണ് സാധ്യത. അമേരിക്കയുടെ പൊതുജനാഭിപ്രായം,
അമേരിക്കയുടെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റ്സ്, അതുപോലെ തന്നെ മറ്റ് പല പ്രമുഖരെ അമേരിക്കയിലെ നമ്മൾ അറിയപ്പെടുന്ന വിദഗ്ധന്മാരെല്ലാം തന്നെ ഇന്ത്യയെ ശത്രുപക്ഷത്ത് കാണുന്ന സമീപനം, ഏകപക്ഷീയമായ ഇത്തരം വിവേചനപരമായ നിലപാടുകൾ, ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ, നരേന്ദ്രമോദിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന നിലപാടുകൾ, ഇപ്പോൾ ഉക്രൈൻ വാർ മോഡീസ് വാർ എന്നുള്ള തരത്തിലേക്ക് പറയുന്ന തരത്തിലേക്കൊക്കെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ എക്കോണമി ഡെഡാണ് എന്ന് പറയുന്ന തരത്തിലേക്ക്, അതിൽ നിർഭാഗ്യവശാൽ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് അത് ഏറ്റുപറഞ്ഞു എന്നുള്ള വേറൊരു കാര്യം. പക്ഷേ ആ തരത്തിൽ അമേരിക്കയുടെ പൊതുജനാഭിപ്രായം ഇന്ത്യക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ചൈനയുമായിട്ട് അടുക്കുന്നത് കൊണ്ട് നമ്മളുടെ ഭാവിയിലുള്ള അമേരിക്കൻ ബന്ധത്തെ അത് ബാധിക്കില്ല, ജപ്പാൻ്റെ ബന്ധത്തെയും ബാധിക്കില്ല. ഇന്ത്യ ജാപ്പാനീസ് ബന്ധം എന്ന് പറഞ്ഞാൽ ആ തരത്തിൽ സുദൃഢമാണ്. കാരണം ഇത് നമ്മുടെ രാജ്യങ്ങളെ സാംസ്കാരികമായ ഒരു ഐക്യം മാത്രമല്ല, നമ്മുടെ ചരിത്രം, നമ്മുടെ ഇരു രാജ്യങ്ങളുടെയും ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം. അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലെ നമ്മുടെ സഹകരണം, ഇപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് നമ്മൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പങ്കാളികളാണ്. അതുപോലെ തന്നെ ക്വാഡ് എന്ന് പറയുന്നതിന് തൽക്കാലം ഞാൻ വിചാരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ വർഷം നമ്മൾ ഹോസ്റ്റ് ചെയ്യേണ്ടതാണ്. അതിന് ഒരു പക്ഷേ ഇപ്പം ട്രംപ് ഈ നയങ്ങൾ, കാരണം ട്രംപ് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരാളാണ്. ഇപ്പം ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ഒരു തിയറിയിലും കൊണ്ടുവരാൻ കഴിയാത്തൊരു വ്യക്തിത്വമാണ് ട്രംപിൻ്റെ നയങ്ങളും. അപ്പോൾ അദ്ദേഹം ചൈനയ്ക്ക് തന്നെ തീരുവ ഏർപ്പെടുത്തുമ്പോൾ നമുക്കറിയാം പല സമയത്ത് ഓരോ ദിവസം ഓരോ റേഞ്ചാണ്, നമ്മൾ കാൽക്കുലേറ്ററിൽ മാറ്റുന്നത് പോലെ മാറുന്ന ആ തരത്തിൽ ഒരു തരത്തിൽ നമുക്ക് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു അളവുകോൽ വെച്ചുകൊണ്ട് ട്രംപിനെ നമുക്ക് ഒരു തരത്തിലും നിർവചിക്കാൻ കഴിയില്ല. അമേരിക്കയുടെ നയങ്ങളല്ല ഫലത്തിൽ ട്രംപിൻ്റെ നയങ്ങളാണ് ഭാവിയിൽ, അതുകൊണ്ട് തന്നെ അത് മാറ്റത്തിന് വിധേയമാകും. നമ്മളെ സംബന്ധിച്ച് ഒരേ സമയം നമ്മൾ പാലസ്തീനോടും ഇസ്രയേലിനോടും നമ്മൾ ഒരേ ബന്ധമുള്ള രാജ്യമാണ്. അതുപോലെ തന്നെയാണ് ചൈനയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണർ ചൈനയാണ്. അപ്പം 120 ബില്യൺ അമേരിക്കൻ ഡോളറാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് വെറും 15-16 ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതിയേ ഉള്ളൂ. ആ തരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടും മറ്റ് പല കാര്യങ്ങളും പൊളിറ്റിക്കലി ഡിഫറൻസ് ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളും ഈ SCO മീറ്റിങ്ങിൽ കഴിയാൻ പോകുന്നില്ല. പക്ഷേ ചൈനയുടെ ഭാഗത്തു നിന്ന് സൗഹൃദം വേണമെന്നൊരു സമീപനമുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ ബന്ധങ്ങളിൽ, ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ മാറ്റം, വിപ്ലവകരമായ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അരുണാചൽ പ്രദേശും നമ്മുടെ ബോർഡറിലുമൊക്കെ അനാവശ്യമായ ചൈനയുടെ ഇടപെടലുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ സൗഹൃദം ചൈനയ്ക്ക് വളരെയധികം ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ ചൈനയെ അമേരിക്ക കോർണർ ചെയ്യും. അപ്പോൾ ആ തരത്തിലേക്ക് മുന്നോട്ട് വരും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ലോക രാഷ്ട്രീയത്തിൽ ഇത് വലിയൊരു ചുവടുവയ്പ്പാണ്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ശീതസമര കാലഘട്ടത്തിൽ. അതിനുശേഷം 91 സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അമേരിക്കയ്ക്ക് മേൽക്കോയ്മയുള്ള ലോകക്രമം വന്നു. ആ അമേരിക്കൻ മേൽക്കോയ്മ തകരുകയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം നാളെ നടക്കുന്ന മീറ്റിങ്ങിലൂടെ SCO മീറ്റിംഗ് വരുമ്പോഴത്തേക്കും, സാധാരണ ഇതിനു മുമ്പ് SCO മീറ്റിംഗ് നടന്നിട്ടുണ്ടല്ലോ, പക്ഷേ ഈ സമ്മേളനത്തിൽ വരുന്നൊരു പ്രത്യേകത അമേരിക്കയുടെ അമേരിക്കയ്ക്കുണ്ടായിരുന്ന മേൽക്കോയ്മ പരസ്യമായി ചോദ്യം ചെയ്യുകയാണ്. കാരണം വളരെ സൈലൻ്റായിട്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടും വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ത്യ പ്രതികരിച്ചത്. ഇന്ത്യ ഒരു വാക്ക് പോലും, ട്രംപ് പറയുന്നത് പോലെയുള്ള യാതൊരു തരത്തിലുമുള്ള മോശപ്പെട്ട ഒരു വേർഡ് പോലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകാതെ വളരെ എഫക്റ്റീവായിട്ട് അമേരിക്കയെ ചോദ്യം ചെയ്യുക മാത്രമല്ല, ഇന്ത്യയും ചൈനയും റഷ്യയും അതിന് സമാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഈ അടുത്ത കാലത്ത് നമ്മൾ ബ്രിട്ടനുമായിട്ട് വ്യാപാര കരാർ ഒപ്പുവെച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ ആൾറെഡി ഉണ്ടായിരുന്ന ബന്ധത്തിലെ ട്രേഡ് റിലേഷൻസിൽ ഉൾപ്പെടെ ബന്ധങ്ങളെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ജപ്പാനുമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടുതൽ ഉറപ്പ് വാങ്ങിയതിന് ശേഷമാണ് SCO മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പം ലോകക്രമത്തിൽ വരുന്ന ആളുകളിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് അമേരിക്കയുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ആ തരത്തിലുള്ളൊരു പുതിയ ലോകക്രമം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മളൊരു ചരിത്രത്തിലൊരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലൊരു വഴിത്തിരിവായിട്ട് ആണ് ഞാൻ കണക്കാക്കുന്നത്. ജയപ്രസാദ് സാർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാൻ KVSയിലേക്ക് ഒന്നുകൂടി പോകുന്നു. KVS ഒരുപക്ഷെ ചിന്തിക്കാൻ കഴിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ അല്പനാൾ മുമ്പ് വരെ അസംഭവ്യമെന്നും അചിന്തനീയമെന്നും ഒക്കെ പറയാവുന്ന രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ അടുത്തടുത്ത് സംഭവിച്ചിരിക്കുന്നു. ഒന്ന്, ഭാരതത്തെ ആവശ്യമില്ലാതെ പ്രകോപിപ്പിച്ച് പിണക്കിയതിൻ്റെ പേരിൽ ഒരു US പ്രസിഡന്റിനെ ഇങ്ങനെ ചാരി നിർത്തിയിരിക്കുകയാണ് ചുവരിൽ. രണ്ട്, ചൈന മുന്നിൽ കൈതരുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്തിരുന്ന ചൈന, ഏതൊക്കെ രീതിയിൽ ഭാരതത്തെ ഉപദ്രവിക്കാമോ അതൊക്കെ ചെയ്തിരുന്ന ചൈന,
ഭാരതം യു എസിനോട് അടുക്കുന്നുവെന്നും വളരെ വിശാലമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അത് അപകടമാണെന്ന് തിരിച്ചറിയുകയും ഭാരതത്തിൻ്റെയും ചൈനയുടെയും താല്പര്യങ്ങൾ ഒന്നാണെന്നും അതല്ലെങ്കിൽ ചൈനയ്ക്ക് ഇത് തിരിച്ചടിയാകും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ഭാരതത്തിൻ്റെ രാഷ്ട്രപതിക്ക് അയക്കുകയും അതിൻ്റെ പകർപ്പ് പ്രധാനമന്ത്രിക്ക് അയക്കുകയും ചെയ്തു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തത് BJPയുടെ മുഖപത്രമല്ല, ബ്ലൂംബർഗ് എന്ന രാജ്യാന്തര വാർത്താ ഏജൻസിയാണ്. 2, ഇത് മാർച്ചിൽ കിട്ടിയ കത്തിന് ഭാരതം മറുപടി കൊടുക്കുന്നില്ല, അതവിടെ വെച്ചേക്കുകയാണ്. ജൂൺ 17 ഞാൻ നേരത്തെ പറഞ്ഞ ഫോൺ കോളിന് ശേഷമാണ് ഒരുപക്ഷെ മോദിക്ക് പോലും മനസ്സിലായത് ഇത് ലോങ് ടേമിൽ ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല എന്നുള്ളതാണ്. അന്ന് തൊട്ട് പിന്നെ നമ്മൾ കണ്ടത് ചടുലമായ നയതന്ത്ര നീക്കങ്ങളായിരുന്നു. റഷ്യയിലേക്കുള്ള എസ് ജയശങ്കറിൻ്റെ വിസിറ്റ്, പിന്നാലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിൻ്റെ സന്ദർശനം, പിന്നാലെ ചൈനയിലേക്ക് പോകാനുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനം. ഇത് വളരെ മുമ്പേ എടുത്ത തീരുമാനമാണ്. ഇത് പെട്ടെന്ന് ഈ ട്രംപിൻ്റെ ഈ നിലപാട് കാരണം ഉണ്ടായതല്ല. പക്ഷേ ഈ SCO സമ്മിറ്റിൻ്റെ ഡയമെൻഷൻ പെട്ടെന്നങ്ങ് മാറുകയാണ്. അവിടെ ഒന്നിക്കുന്നത് ജപ്പാൻ പ്രധാനമന്ത്രി, റഷ്യൻ പ്രസിഡന്റ് പുടിൻ, ആതിഥേയരായ ചൈനീസ് പ്രസിഡന്റ്, അവിടേക്ക് നരേന്ദ്രമോദി ചെന്നിറങ്ങുന്നു. ലോകം മുഴുവൻ, ലോക മാധ്യമങ്ങൾ മുഴുവൻ, ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ, നയതന്ത്ര കണ്ണുകൾ മുഴുവൻ അവിടേക്ക് ഓരോ ചുവടും ഓരോ നീക്കവും മോദിയെ ചുറ്റിപ്പറ്റി. ഇതൊരു വലിയ മാറ്റം, അഭിമാനാർഹമായ ഒരു മാറ്റം തന്നെയല്ലേ? അത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയിലേക്കാണ്. SCO സമ്മിറ്റ് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയും ജിൻപിങ്ങും അതുപോലെ പുടിനും ഒക്കെ പങ്കെടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇന്നുള്ളൊരു പ്രാധാന്യം, അതിന് ലഭിക്കുന്നൊരു പ്രാധാന്യം, അതിനൊരു ഗ്ലോബൽ ഇമ്പോർട്ടൻസ് കിട്ടിയിരിക്കുന്നു. നരേന്ദ്രമോദിക്ക് ഒരു നമുക്ക് ചിന്തിക്കാനാവാത്ത പ്രാധാന്യം ലഭിച്ചിരിക്കുന്നു. അതിന് കാരണം മോഡിയുടെ നയതന്ത്രം തന്നെയാണ്. നമ്മളിവിടെ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ചൈനയുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകണമെന്ന് പലപ്പോഴും ഇന്ത്യ ആഗ്രഹിച്ചിട്ടുണ്ട്. 1978 വാജ്പേയി വിദേശകാര്യമന്ത്രിയായിരുന്ന സമയത്ത്, അപ്പോഴാണ് 62 യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടൊരു ഇന്ത്യൻ മന്ത്രി ചൈനയിൽ കാലുകുത്തുന്നത്. അന്നും വാജ്പേയി പറഞ്ഞത് എന്താ? അതിർത്തി തർക്കങ്ങൾ നമുക്ക് പരിഹരിക്കാം, പക്ഷേ വി ഹാവ് ടു ഹാവ് എ നോർമൽ റിലേഷൻഷിപ്പ് ഫസ്റ്റ്. കച്ചവടങ്ങൾ തുടങ്ങണം, ട്രേഡ് ഡീൽസ് തുടരണം. അതായിരുന്നു അടൽജിയുടെ നിർദ്ദേശം. പിന്നീട് 2003 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വാജ്പേയി പോയി. അന്നും ഇതേ നിർദ്ദേശം തന്നെ വാജ്പേയി ചൈനക്കാരോട് പറഞ്ഞു. മാത്രമല്ല, അതിർത്തി തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെ ഒരു മധ്യസ്ഥനായിട്ട് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു, ചൈനയുടെ NSA കൂടി ഒന്നിച്ചിരുന്ന് പ്രശ്നം പരിഹരിക്കാൻ. പക്ഷേ അന്നൊന്നും ചൈനയ്ക്ക് സദ്ബുദ്ധി തോന്നിയിട്ടില്ല. പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത്. അരുണാചലിൻ്റെ പേരിൽ വിവാദമുണ്ടായി. 2017 ഡോക്ലാമിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. 2020 ലഡാക്കിൽ നമ്മൾ കണ്ടു. പാകിസ്ഥാനോടൊപ്പം നിന്നിട്ട് ഇന്ത്യയെ ആക്രമിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി. അതിനൊക്കെ മുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ മറന്നുകൂടാ, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഈ ഇപ്പോഴത്തെ ചൈനീസ് പ്രീമിയറിനെ ഗുജറാത്തിലേക്ക് ക്ഷണിച്ചു. സബർമതി ആശ്രമത്തിലും മറ്റും അവർ ചുറ്റിക്കറങ്ങിയതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അതിനുശേഷം മഹാബലിപുരത്ത് ഒരു ഉച്ചകോടി നടന്നു. അപ്പോൾ ഏത് സമയത്തും ചൈനയുമായിട്ട് സൗഹൃദത്തിൽ പോകണം, അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം നിലനിർത്താൻ ശ്രമിക്കണം, അതിർത്തി പ്രശ്നങ്ങൾ പിന്നീട് പരിഹരിക്കാം എന്നൊരു നിലപാട് ഇന്ത്യ എടുത്തിട്ടുണ്ട് ആദ്യം മുതലേ. അവിടെയൊക്കെ നമ്മുടെ കണക്കുകൂട്ടുകൾ തെറ്റിച്ചത് നമ്മൾ സുഹൃത്തുക്കളാക്കാൻ ആഗ്രഹിച്ചവരുടെ ഭാഗത്ത് തന്നെയാണ്. മുഷാറഫിനെയും അതുപോലെ തന്നെ ഷെറീഫിനെയും ഒക്കെ വാജ്പേയിയുടെ കാലത്ത് വിളിച്ചു വരുത്തിയത് നമുക്കറിയാം. ലാഹോർ ബസ് യാത്രയും ആഗ്ര ഉച്ചകോടിയും ഒക്കെ. അതിനുശേഷമാണ് കാർഗിൽ യുദ്ധമുണ്ടായത്. അതുപോലെ തന്നെയാണ് ചൈനയിൽ നിന്നും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇത്തവണ നരേന്ദ്രമോദി വളരെ വളരെ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കും, ശ്രദ്ധാപൂർവമുള്ള ഒരു നയതന്ത്ര നീക്കമായിരിക്കും നടത്തുക എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇത് വിജയിച്ചാൽ ഇന്ത്യയും റഷ്യയും ചൈനയും ജപ്പാനും ഏഷ്യയിലെ 4 വൻ ശക്തികൾ കൈകോർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ
ലോകത്തിലെ ഒരു വലിയ പുതിയ ഒരു സംഭവ വികാസമാകത്ത ലോകത്തെ ഒരു ശക്തി കേന്ദ്രമായിട്ട് അത് മാറും. ഇതും വാജ്പേയിയുടെ നിർദ്ദേശമായിരുന്നു. ഇന്ത്യയും റഷ്യയും ചൈനയും കൈകോർക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അടൽജി പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അന്ന് നടന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ നരേന്ദ്രമോദിയുടെ കാർമ്മികത്വത്തിൽ അത് നടക്കാൻ പോകുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഇവിടെ ജപ്പാനും ചൈനയും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് ജയപ്രസാദ് സൂചിപ്പിച്ചു. ശരിയാണ്, അവർ തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ കാർഡ് രൂപം കൊണ്ടത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരർത്ഥത്തിൽ പസഫിക് റീജിയണിലുള്ള ചൈനയുടെ ആധിപത്യത്തിന് നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരർത്ഥത്തിൽ. അവിടെ ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ചൈനയിലേക്ക് എത്തുന്നതിന് മുമ്പ് പോയത് ജപ്പാനിലേക്കാണ്. ജപ്പാനിലെ അധികൃതരെ കോൺഫിഡൻസിൽ എടുത്തിട്ടായിരിക്കും മോഡി ചൈനയിൽ വിമാനം ഇറങ്ങിയിട്ടുണ്ടാകുക. അതുകൊണ്ട് എനിക്ക് ഒരു സംശയമില്ല, ഈ ജപ്പാൻ, ചൈന, റഷ്യ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ആഗോള അച്ചുതണ്ട്, ഒരു ഏഷ്യൻ വൻശക്തികളുടെ കൂട്ടായ്മ, അത് SCO സമ്മിറ്റിന്റെ പിന്നാലെ പിറക്കാനുള്ള സാധ്യതയുണ്ട്. അത് ലോക ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായിരിക്കും എന്നാണ് ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എഡിറ്റേഴ്സ് ചോയ്സ് എന്ന് ചർച്ച ചെയ്യുന്നത് തന്ത്രം നയതന്ത്രമാണ്. ഭാരതം, ജപ്പാൻ, ചൈന, റഷ്യ പുതിയ ഒരു ശാക്തിക ചേരി രൂപം കൊള്ളുകയാണോ? പുതിയൊരു അച്ചുതൻ്റെ രൂപം കൊള്ളുകയാണോ? ലോകക്രമം ഒന്ന് പൊളിച്ചെഴുതുകയാണോ? US-ഉം യൂറോപ്പും നിയന്ത്രിച്ചിരുന്ന ആഗോള ജിയോ പോളിറ്റിക്സ്, അതിന് രൂപവും ഭാവവും ഘടനയും പവർ ഇക്വേഷൻസും മാറുകയാണോ? നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഡോക്ടർ മോഹൻ വർഗീസാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് ഈവനിങ്, നമസ്തേ, സ്വാഗതം. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് കരുനീക്കങ്ങളെക്കുറിച്ചാണ്. ഇന്നതൊരു പടി കൂടി മുന്നോട്ട് പോയിരിക്കുന്നു. ഒന്ന്, ചൈനയുമായി ഇതുവരെ നടത്തിയ ചർച്ച, ഉഭയകക്ഷി ചർച്ച ഫലപ്രദം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടുകൾ വരുന്നത് അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് ധാരണയായി എന്ന് ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നു. ഒപ്പം തന്നെ ചൈനീസ് പ്രസിഡന്റിനെ ഭാരതത്തിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഈ വർഷാവസാനം 2026 ഭാരതം ഹോസ്റ്റ് ചെയ്യുന്ന ഉച്ചകോടിയിൽ അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം സാമ്പത്തിക വ്യാപാര മേഖലകളിൽ സഹകരണം ഒരു ഭാഗത്ത്. അതിനൊപ്പം തന്നെ ഈ നമ്മുടെ മനസ്സിൻ്റെ പിന്നിലുണ്ട്, അത് രാഷ്ട്രീയ തലത്തിലുണ്ടാവും, ഭരണതലത്തിലുണ്ടാവാം, നയതന്ത്ര തലത്തിലുണ്ടാവാം, സൈനിക തലത്തിലുണ്ടാവാം. ട്രസ്റ്റ് ദം നോട്ട് ഫുള്ളി. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ട്രംപ് ഇടഞ്ഞു അല്ലേ, എന്നാൽ ചൈനയെ കൂട്ടുപിടിച്ചേക്കാം എന്ന് എടുത്തുചാടി തീരുമാനിക്കുന്ന ഒരു സംവിധാനമല്ല ഭാരതത്തിൽ നിലവിലുള്ളത്. അങ്ങനെ എടുത്തുചാടി തീരുമാനിക്കാവുന്ന ഒരു വിദേശ നയവുമല്ല ഭാരതത്തിന്. പക്ഷേ ഈ ഒരു ചർച്ച ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അല്പം കഴിഞ്ഞ് ജയപ്രസാദ് സാറിലേക്ക് വരുമ്പോൾ ചോദിക്കാം. പക്ഷേ ഹൗ ഡു യു ലുക്ക് അറ്റ് ദിസ് ന്യൂ സെനാരിയോ, ഡോക്ടർ മോഹൻ വർഗീസ്? കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഒരു രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്നതിൻ്റെ, ആത്യന്തിക നിലനിൽപ്പില്ല എന്നതിൻ്റെ ഏർലി സൂചനയാണ് ഇപ്പോൾ അമേരിക്ക അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, 21-ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടാണ് എന്ന പ്രവചനങ്ങളെ ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിലാണ് സമീപ സമയത്തെ ബിൽഡപ്പ്. ഇന്ത്യ, ചൈന, റഷ്യ, ജപ്പാൻ, ഇന്നത്തെ എഡിറ്റേഴ്സ് ചോയ്സിൻ്റെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത് ഏഷ്യൻ ജയൻറ്റ്, റഷ്യ ഉൾപ്പെടെ ഏഷ്യൻ ജയൻറ്റായി പരിഗണിക്കുകയാണെങ്കിൽ ഈ ഒരു 4 ചതുർ രാഷ്ട്ര ഒരു സംവിധാനം, അതൊരു സഖ്യമെന്ന് പറയാനായിട്ടില്ല എങ്കിൽ തന്നെ ഒരു ധാരണ, ആ ധാരണ ലോകക്രമം തന്നെ അട്ടിമറിക്കാൻ, മാറ്റിമറിക്കാൻ, പരിവർത്തനം വരുത്താൻ, പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവരാൻ പര്യാപ്തമാണോ? എൻ്റെ അഭിപ്രായം, ഇറ്റ്സ് ടു ഏർലി ടു സേ, ബട്ട് തിങ്സ് ആർ മൂവിങ് ഇൻ ദി റൈറ്റ് ഡിറക്ഷൻ. ഇന്നലകളുടെ ഒരു ബാന്ധവും പേറി എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാനൊക്കും? ശ്രീ പ്രദീപ് പിള്ള, യഥാർത്ഥത്തിൽ ഇന്നലകൾ, തിക്ത അനുഭവങ്ങളാണ് ചൈന ഇന്ത്യക്ക് നൽകിയത്. അത് ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തതിന് ശേഷം 1962 സംഭവിച്ച ചൈനീസ് കടന്നുകയറ്റം യുദ്ധത്തിൽ കലാശിച്ചതും, പിന്നീട് പാകിസ്ഥാനുമായി പോരാടിയപ്പോഴൊക്കെ ചൈന പാകിസ്ഥാനെ സഹായിച്ചതും, അതിർത്തിയിൽ ദോഖ്ലാം 2017, ഗൽവാൻ 2020 കാലഘട്ടത്തിൽ നടന്ന സ്ക്രമിഷസ്, അതിർത്തി പോരാട്ടങ്ങൾ എല്ലാം തന്നെ അഭിശപ്തമായ ഓർമ്മകളാണ് ഭാരതത്തിന് സമ്മാനിക്കുന്നത്. പക്ഷേ ഇന്നലകളെ നമുക്ക് മാറ്റാനാവില്ല. ഇന്നുകളെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. നാളുകളേക്കുള്ള അജണ്ട നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെയാണ് ഒരു പാരഡൈം ഷിഫ്റ്റിൻ്റെ പ്രാധാന്യം നമുക്ക് കാണാനാവുന്നത്. കാരണം എന്തുകൊണ്ട്, വൈ ദ പാരഡൈം ഷിഫ്റ്റ്?
ഇത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വ്യാപാര യുദ്ധത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ കാണേണ്ടതില്ല. ഒരു കാറ്റലിസ്റ്റായി മാറി ട്രംപിൻ്റെ വ്യാപാര യുദ്ധം എന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. കൺവേർജൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഏറെക്കാലമായി 14-ാം നൂറ്റാണ്ട് മുതൽ, കൃത്യമായി പറഞ്ഞാൽ 15-ാം നൂറ്റാണ്ടിൽ വാസ്കോ ഡ ഗാമയൊക്കെ കേരളത്തിൽ എത്തിയ കാലം മുതൽ തന്നെ സംഭവിച്ച ഒരു ചേഞ്ചാണ്. ഒരു തരം യൂറോപ്പ് കേന്ദ്രീകൃതമായ ഒരു ലോകക്രമം അത് രൂപപ്പെടുകയാണ്. 20-ാം നൂറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ അമേരിക്ക ശക്തമായി രംഗത്ത് വരികയും ട്രാൻസ് അറ്റ്ലാന്റിക് ഒരു വേൾഡ് ഓർഡറാണ്. ഈ പാരഡൈമിനെ ഏതാണ്ട് 5 നൂറ്റാണ്ടോളം നിലനിന്ന ഈ പാരഡൈമിനെ മാറ്റിമറിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഏഷ്യയിലെ ശക്തികൾ ചൈനയും ഇന്ത്യയും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. അവിടെയാണ് ലോക ജനസംഖ്യയുടെ 1/3 അധിവസിക്കുന്നത്, അവിടെയാണ്. ഇത് പക്ഷേ പല കാരണങ്ങളാൽ നടക്കാതെ പോയതിന് പിന്നിൽ ഒരു വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് മാക്കിനേഷൻ, ഒരു തന്ത്രം ഇവിടെ കാണാവുന്നതേ ഉള്ളൂ. ഈ തന്ത്രം തിരിച്ചറിയുന്നത് വൈകിയെങ്കിലും ചൈന അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് 2025 മാർച്ച് മാസം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് കത്തെഴുതിയത് ദി ചൈനീസ് ഡ്രാഗൺ നീഡ് നോട്ട് ബി സീൻ ഇൻ എ സസ്പീഷ്യസ് മാനർ. Indian elephant is considered very, very respectfully. There is a time when the dragon can tango with the Indian elephant. ഇത് ഒരിക്കൽ കൂടി ആ ഒരു ശുഭാപ്തി വിശ്വാസം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ന് പ്രകടിപ്പിക്കുന്ന നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച സമയത്ത് ഒരിക്കൽ കൂടി ഈ അഭിപ്രായം പങ്കുവയ്ക്കുന്ന ഷീ ജിൻപിങ്ങിനെ കണ്ടു. ഇവിടെ നോക്കൂ, നരേന്ദ്രമോദി ആൻഡ് ഇന്ത്യ ഹാസ് ഡൺ ഇറ്റ്സ് ഹോംവർക്ക്. ഈ ഹോംവർക്ക് വലിയ വിശാലമായൊരു ക്യാൻവാസിലാണ്. ആ ഹോംവർക്ക് എന്ന് പറയുന്നത് അധിക കാലമൊന്നും നമുക്ക് കിട്ടിയില്ല. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുന്ന, അല്ലെ ആ ഒരു ഘട്ടം അവസാനിക്കുന്ന മെയ് മാസം 10-ാം തീയതി തുടങ്ങിയ ഒരു സ്കീമിംഗ് ആണ്. യഥാർത്ഥത്തിൽ അപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടത് സമാധാനത്തിൻ്റെ നോബൽ പ്രൈസാണ്. എന്തു വന്നാലും ഇന്ത്യയുടെ എൻഡോഴ്സ്മെൻറ്റ് ഏത് രീതിയിലാണെങ്കിലും വാങ്ങിയെടുക്കാനുള്ള ശ്രമമാണ്. അല്ലെങ്കിൽ അത് ഈ രീതിയിൽ മാത്രമേ, വ്യാപാര യുദ്ധത്തിൽ മാത്രമേ, അല്ലെങ്കിൽ പകരം തീരുവയിൽ മാത്രമേ അത് കലാശിക്കൂ, പിഴത്തീരുവയിൽ മാത്രമേ കലാശിക്കൂ എന്ന ഒരു മുൻധാരണ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഷീ ജിൻപിങ്ങിൻ്റെ ഓപ്പൺ ഇൻവിറ്റേഷൻ ഇറ്റ് വാസ് കെപ്റ്റ് ഇൻ അബയൻസ്. പക്ഷേ 2025 മെയ് മാസം 10-ാം തീയതിക്ക് ശേഷം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ജയശങ്കറും, വിദേശകാര്യമന്ത്രി ജയശങ്കറും, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും, വിദേശകാര്യ സെക്രട്ടറി വിക്ടറും ബിസ്രിയും എല്ലാം തന്നെ ദേ ആർ ഓൾ വിസ്കിറ്റ്സ് ഇൻ ഡീലിംഗ് വിത്ത് എ ക്രഞ്ച് സിറ്റുവേഷൻ. അവിടെയാണ് ഈ ചിന്ത ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ബെയ്ജിങ്ങിലേക്കുള്ള യാത്ര ടോക്കിയോ വഴി ആകണം. യഥാർത്ഥത്തിൽ ഇവിടെ ചൈന ജപ്പാൻ ബന്ധങ്ങൾ അത്ര ദൃഢമല്ല എന്നോർക്കണം. ചരിത്രപരമായി ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തന്നെ വലിയ വിഷയങ്ങൾ ചൈനയ്ക്കും ജപ്പാനും ഇടയിലുണ്ട്. ജാപ്പനീസ് ആധിപത്യം ചൈനയുടെ കിഴക്കൻ മേഖലയിൽ പല ആവർത്തി ഉണ്ടായിട്ടുള്ളത് ചൈനീസ് വളരെ റിസെൻറ്റ്ഫുള്ളായിട്ടാണ് കാണുന്നത്. അതുമാത്രമല്ല റഷ്യ ജപ്പാൻ ബന്ധവും പലപ്പോഴും ഉലഞ്ഞ ഒരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. ഇവിടെ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകണമെങ്കിൽ മുൻപ് പുടിൻ പറഞ്ഞ ഒരു ഫോർമുലയുണ്ട്. ലുക്ക്, ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഒരു കോമൺ കറൻസി ആകാം. അപ്പോൾ ഇന്ത്യ എന്താണ് പറഞ്ഞത്? നോ 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 വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല, ബ്രിക്സ് രാജ്യങ്ങൾ മുന്നോട്ട് പോകാം. പുടിൻ പറഞ്ഞു, പുടിനും ഷീ ജിൻപിങ്ങും പറഞ്ഞു നമുക്കൊരു ബ്രിക്സ് ബാങ്ക് ആകാം. അപ്പോൾ ഇന്ത്യ പറഞ്ഞു ബാങ്കൊക്കെ ആകാം, പക്ഷേ അതിൻ്റെ എക്സ്പോഷർ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ എപ്പോഴും ബ്രിക്സിനുള്ളിൽ ഒരു ഹാഫ് മെഷേഴ്സുമായി നിന്ന ഭാരതത്തെയാണ് കാണുന്നത്. അതുപോലെ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ, അത് 10 രാജ്യങ്ങളുടെ സഖ്യമാണ്. ഈ 10 രാജ്യങ്ങളിൽ നോക്കൂ, യൂറോപ്പിലെ 2 ശക്തമായ രാജ്യങ്ങൾ, ഒന്ന് റഷ്യ, 2 ബെലറൂസ്, മുൻപ് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകൾ ഇന്ന് രാജ്യങ്ങളാണ്. കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, അതുപോലെ കിർഗിസ്ഥാൻ, ഈ 4 രാജ്യങ്ങൾ, അതുപോലെ ഇറാൻ ആൻഡ് പാകിസ്ഥാൻ, പിന്നീട് ചൈനയും ഇന്ത്യയും. ഇത് ചേരുമ്പോൾ ഡെഡ്ലി ഏഷ്യൻ കോമ്പറ്റീഷനാണ് വിത്ത് ദ യൂറോപ്യൻ പവർ ഓഫ് ബെലറൂസ്. ബെലറൂസ് വലിയ ശക്തിയൊന്നുമല്ല എങ്കിൽ പോലും റഷ്യയുടെ സ്വാധീന വലയത്തിൽ നിൽക്കുന്ന ചൈനയുമായി അടുപ്പമുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, ഇറാൻ ഉൾപ്പെടെ. പക്ഷേ അവിടെ ഓഡ് വൺ ഔട്ടായി നിന്നത് ഭാരതമാണ്, പാകിസ്ഥാനല്ല, ഭാരതമാണ് അവിടെ ഓഡ് വൺ ഔട്ടായി നിന്നത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ ഉണ്ട്, SCOയിൽ പാകിസ്ഥാൻ ഉണ്ട്.
എന്നത് പരിഗണിക്കാതെ തന്നെ ഭാരതം ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് എടുക്കുകയാണ് ഫോർ ദ ഫസ്റ്റ് ടൈം സിൻസ് ദ ഇൻസെപ്ഷൻ ഓഫ് SCO. അത് ചൈനയാണ് ആദ്യത്തെ വരുന്നത് എന്ന് ഓർക്കണം. ഇവിടെ ഇന്ത്യ ഒരു കാര്യം തീരുമാനിച്ചു. അതൊരു പൊതു നിരീക്ഷണം തന്നെയാണ്, പലരും ഷെയർ ചെയ്യുന്നൊരു നിരീക്ഷണമാണ്. പാകിസ്ഥാനെ ശത്രുവായി കാണുന്നു. എക്കാലത്തും അങ്ങനെ തന്നെ ചെയ്തിരുന്നു. പാകിസ്ഥാനെ സംശയത്തോടെ നോക്കുന്നു. പാകിസ്ഥാനിൽ ബ്രീഡ് ചെയ്യുന്ന ടെറർ ഔട്ട്ഫിറ്റുകൾ ഇന്ത്യയിൽ നാശം വിതയ്ക്കുന്നിടത്തോളം കാലം, ദി എപ്പി സെൻറ്റർ ഓഫ് ടെറർ പാകിസ്ഥാൻ ആയിരിക്കുന്നിടത്തോളം കാലം ദർ ഇസ് സീറോ ടോളറൻസ് ടു ടെറർ എഗൻസ്റ്റ് പാകിസ്ഥാൻ. അത് കൃത്യമാണ്. ആ നിലപാടിൽ വെള്ളം ചേർക്കാതെ തന്നെ പാകിസ്ഥാൻ ചൈന ബന്ധത്തെ മാത്രം കരുതി ചൈനയെ ആത്യന്തികമായി ശത്രുപക്ഷത്ത് നിർത്തേണ്ടതില്ല. സോ ദാറ്റ് ഇസ് വൈ ചൈന പാകിസ്ഥാൻ ബ്രാക്കറ്റ് ചെയ്ത് കണ്ടിരുന്ന ആ ഒരു നയത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് ചൈനയെയും പാകിസ്ഥാനെയും ബൈഫർക്കേറ്റ് ചെയ്ത് കാണാൻ, രണ്ടായി കാണാൻ, മെറിറ്റ് ഓഫ് ദ ഇഷ്യൂ മാത്രം പരിഗണിച്ചുകൊണ്ട് രണ്ടായി കാണാനുള്ള ഇന്ത്യയുടെ മാറിയ ചിന്ത, ആ ചിന്ത ഇപ്പോൾ വളരെ പ്രബലമാണ്. കാരണം ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് തിങ്ക് ടാങ്ക് പറയുന്നത് അങ്ങനെയാണ്. ഒരു മാറിയ ചിന്ത, ലെറ്റ് us give China a chance, let us give ourselves a chance to understand China better. നമ്മൾ ഫൈവ് ഫിംഗർ പോളിസിയിലൂടെ മാത്രമാണ് മുൻകാലത്ത് ചൈനയെ മനസ്സിലാക്കിയത്. ജയപ്രസാദ് സാർ, ചൈന അങ്ങയുടെ സ്പെഷ്യലൈസേഷൻ കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാട്ടിയത്. നമുക്ക് എന്നും തലവേദനയായിരുന്നത് പാകിസ്ഥാനെ എത്ര നിസ്സാരമായി കൈകാര്യം ചെയ്യാം എന്നുള്ളത് നമ്മൾ ഏറ്റവും ഒടുവിൽ പോലും കാണിച്ചു തന്നു. ചൈനയുടെ സഹായമുള്ള പാകിസ്ഥാൻ ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് ബോൾ ഗെയിം. പാകിസ്ഥാൻ അവിടെ നിൽക്കുമ്പോൾ ചൈന ശത്രുപക്ഷത്ത് നിന്ന് കഴിഞ്ഞാൽ അത് മറ്റൊരു വലിയ വെല്ലുവിളി. 3, ചൈന നിരന്തരം പാകിസ്ഥാനുമായി സഖ്യമുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, വളരെ സജീവമായി പാകിസ്ഥാനിൽ ഉള്ളിലൂടെ കടന്നു ചെന്ന് ബെൽറ്റ് റോഡ്, ഏറ്റവും ഒടുവിൽ ഈ ഒരു പോർട്ട് തന്നെ പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ ചൈന ഭാരതത്തിന് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇന്നത്തെ പാകിസ്ഥാനുമായി ഇത്ര ചേർന്ന് നിൽക്കുമ്പോൾ ഇതെങ്ങനെ ഭാരതം കൈകാര്യം ചെയ്യും? നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം നമ്മുടെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ പറയുക ആൾ വെതർ ഫ്രണ്ട്ഷിപ്പ് ആണ് പറയുക. ആ തരത്തിൽ വളരെ സൗഹൃദമുള്ള രണ്ട് രാജ്യങ്ങളാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനെക്കുറിച്ച് പറയുമ്പോഴും അമേരിക്ക, ചൈന, പാകിസ്ഥാൻ, നമ്മൾ ഈ ഒരു 3 രാജ്യങ്ങൾ എടുക്കുക. പാകിസ്ഥാനും ഇന്ത്യയും ആയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും പാകിസ്ഥാനെ പിന്തുണച്ച 2 രാജ്യങ്ങളാണ് അമേരിക്കയും ചൈനയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമേരിക്ക നമ്മുടെ സൗഹൃദത്തിലേക്ക് വരുമ്പോൾ അമേരിക്കയുടെ ചരിത്രവും മറക്കാൻ പാടില്ല, ചൈനയുടെ ചരിത്രവും മറക്കാനും പാടില്ല. മാത്രമല്ല ഈ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ നിന്ന് ഏതാണ്ട് 5000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശം പാകിസ്ഥാൻ 1963 ചൈനയ്ക്ക് കൊടുക്കുകയാണ്. അതിലൂടെയാണ് ആദ്യം കാരക്കോറം ഹൈവേ എന്നുള്ള ഇൻ്റർനാഷണൽ ലെവലിലെ ട്രേഡ് റൂട്ട് വരിക. അത് പിന്നീട് ഇപ്പം ബ്രിക്സ് ഇതിൻ്റെ ഭാഗമായി, നമ്മൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി മാറി. ആ തരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യ താല്പര്യം എന്ന് പറയുന്നത് പാകിസ്ഥാന് മറ്റ് രാജ്യങ്ങളോടുള്ള ബന്ധത്തിനെ ആശ്രയിച്ചിട്ടല്ല. നമ്മൾ എന്തുകൊണ്ട് ചൈനയുമായിട്ട് അടുക്കുന്നത്, നമ്മളുടെ ഒരു പോളിസി തന്നെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയാണ്. അപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്നെ സൗത്ത് ഏഷ്യയിലെ എല്ലാ നെയ്ബറിങ് രാജ്യങ്ങളെയും ക്ഷണിക്കുകയുണ്ടായി. നമ്മൾ വളരെയധികം സൗഹൃദത്തിൻ്റെ ഒരു സന്ദേശമാണ് എല്ലാ രാജ്യങ്ങളും കൊടുത്തത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അമ്മയുടെ ജന്മദിനത്തിന് സമ്മാനം കൊടുത്ത് നമ്മുടെ വരുന്ന വഴിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ഇറങ്ങി സമ്മാനം കൊടുക്കുകയും ചെയ്തു. ആ തരത്തിൽ നമ്മുടെ സൗഹൃദത്തിൻ്റെ ഒരു കരമാണ് പാകിസ്ഥാനോടും ചൈനയോടും നീട്ടിയത്. പക്ഷേ വഞ്ചനാപരമായ നിലപാട് അവിടെ നിന്നാണ് വന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മൾ തളരുന്ന ഒരു നയമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല എല്ലാ കാലത്തും ഇപ്പം അമേരിക്കയുടെ നോൺ നാറ്റോ അംഗരാജ്യങ്ങളിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ സഹായം നൽകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അവസരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം പാകിസ്ഥാൻ്റെ സേനാ തലവനെ ആദ്യം ക്ഷണിക്കുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യക്കെതിരായ ഭീഷണി മുഴക്കുന്നതെന്ന് ഓർക്കണം. ആ തരത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ അമേരിക്കയും ചൈനയും നമ്മൾ രണ്ടായി കാണേണ്ട 2 ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കരുതലോടെ മാത്രമാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യവും ലോക സമാധാനവും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ലോകത്തിൻ്റെ ആധിപത്യം അംഗീകരിക്കുന്നവർ അതിനുവേണ്ടി നിൽക്കുന്ന രാജ്യമില്ല.
നമുക്ക് ആരോടും മത്സരിക്കാനില്ല. നമ്മുടെ ഒരു വലിയ ലോകത്തിലെ വലിയൊരു സാംസ്കാരികമായ ഒരു പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജനതയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിലപാടുകൾ ആ തരത്തിൽ നിന്ന് ലോകം അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കഴിഞ്ഞ കുറേ നാളുകൾ അന്താരാഷ്ട്ര തലത്തിലുള്ള എല്ലാ ചർച്ചകളിലും നരേന്ദ്രമോദിയുടെ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ അമേരിക്കയിൽ നിന്ന് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ഒരു വില്ലനായി അദ്ദേഹത്തിന് പ്രതിഷ്ഠിക്കേണ്ടി വന്നത്? അത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അവിവേകവും ഈ അവസരത്തിൽ ചൈനയുടെ വിവേകവും നമുക്ക് കാണാം. കാരണം ചൈന അവസരം പെട്ടെന്ന് മുതലാക്കിയില്ല. വളരെ നേരത്തെ തന്നെ ചൈന ഒരു തിരുത്തലിൻ്റെ പാതയിലേക്ക് വന്നു കഴിഞ്ഞു. കാരണം ചൈനയും റഷ്യയും ഒറ്റപ്പെടുന്ന തരത്തിലേക്ക് അമേരിക്ക ഒരു കാലഘട്ടത്തിൽ മുന്നിലേക്ക് കുതിച്ചിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഉക്രൈൻ വാറിന് ശേഷം റഷ്യയ്ക്കുണ്ടായ ഒരു ഒറ്റപ്പെടലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ചൈനയുടെ വിഷയം. അപ്പം ഇൻഡോ പസഫിക്കിൽ ചൈന നിരന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പം ക്വാഡിനെ ശാക്തീകരിക്കണം എന്നുള്ള തരത്തിലേക്ക് വരെ ഇന്ത്യ അതിനോട് കൂടുതൽ മമത കാണിക്കുകയും ചെയ്തത് നമ്മൾ ഗാൽവാൻ ഇഷ്യൂവിന് ശേഷമാണ്. അപ്പോൾ ആ തരത്തിൽ വന്ന ഒരു ലോക സാഹചര്യത്തിൽ നിന്ന് ഇപ്പം നമ്മൾ നോക്കൂ, റഷ്യയ്ക്ക് വീണ്ടും ഒരു പുതിയ ഉണർവുണ്ടാകുകയാണ്. അപ്പോൾ ലോക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റും റഷ്യൻ പ്രസിഡൻറ്റും തമ്മിലുള്ള മീറ്റിങ്ങിന് ശേഷം ഇപ്പോൾ SCOയിലൂടെ വീണ്ടും പുടിൻ മുമ്പിലേക്ക് വരികയാണ്. ചൈനയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ വരുമ്പോഴത്തേക്കും ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് അമേരിക്കയ്ക്കാണ്. ഇപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഈ 50% ചുങ്കം 25% പിഴയാക്കി ചുമത്തിയ ചുങ്കം നമ്മളെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാക്കില്ല, ചില പ്രശ്നങ്ങളുണ്ടാകും. അതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയത് കഴിഞ്ഞ ദിവസം കിറ്റക്സിൻ്റെ മാനേജിങ് ഡയറക്ടറുടെ ഇതാണ്. അദ്ദേഹം ഈ പ്രതിസന്ധിയെ എങ്ങനെ അവസരമാക്കാം, ഈ പ്രശ്നം അദ്ദേഹം അവസാനം ട്രംപിന് നന്ദി പറയാണ്. കാരണം ഇന്ത്യക്ക് അതിനുള്ള അവസരങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവസരങ്ങളുണ്ട്. പക്ഷെ നമുക്ക് താൽക്കാലികമായ ചില പ്രശ്നങ്ങളുണ്ടാകും. അത് ഗവൺമെൻറ് നമുക്കറിയാമല്ലോ, ഈ കോവിഡാനന്തര ലോകക്രമത്തിൽ സമ്പദ് വ്യവസ്ഥയെ ഇത്രയും സുസ്ഥിരമായ മറ്റൊരു ലോകവും വേറെ ഒരു ലോകരാജ്യവുമില്ല. മാത്രമല്ല നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് അത്രയധികം ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് അല്ല ചൈനയെ പോലെ. അതുകൊണ്ട് തന്നെയാണ് വളരെയധികം ഒരു ശക്തമായ ഒരു എക്കോണമി, വളരെ ശാന്തമായി വളരെ ഒരു സ്റ്റേബിളായിട്ടാണ് നമ്മൾ മുന്നോട്ട് കുതിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ലോക വ്യവസ്ഥയെ പ്രതീക്ഷിക്കുന്ന ഇന്ത്യ പാകിസ്ഥാനോടുള്ള നിലപാട് നമ്മളുടെ നയങ്ങൾക്കൊരിക്കലും ഒരു തടസ്സമേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അമേരിക്കയെയും ചൈനയോടുമുള്ള നമ്മുടെ നിലപാടുകളെല്ലാം തന്നെ കരുതലോടെ ആയിരിക്കും. നമ്മുടെ രാജ്യത്തെ താല്പര്യത്തിന് ഈ രാജ്യങ്ങൾ എതിരായി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എതിരായി നിൽക്കും. അല്ലെങ്കിൽ നമ്മളുടെ പ്രഖ്യാപിത ലക്ഷ്യം സമാധാനമാണ്, സൗഹൃദമാണ്. അതോടൊപ്പം തന്നെയാണ് അയൽ രാജ്യങ്ങളുമായി എല്ലാ കാലഘട്ടത്തിലും വളരെ നല്ല ബന്ധം വേണമെന്നുള്ള ഡിക്ലെയർഡ് പോളിസിയാണ് നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിൻ്റെ കാതലായ വശമെന്ന് പറയുന്നത്. റൈറ്റ്, ഞാൻ KVS ഹരിദാസിലേക്ക് ഒന്ന് പോകുന്നു. ശ്രീ KVS ഹരിദാസ്, ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഒരു കാര്യം കൺഫേം ചെയ്യുന്നു. ക്രോസ് ബോർഡർ ടെററിസം, അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ സംയുക്തമായി നേരിടാൻ ഭാരതവും ചൈനയും തമ്മിൽ ധാരണയായിരിക്കുന്നു. ആ വാർത്തയാണ് ഇപ്പോൾ ജനം TV ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിർത്തി കടന്നുള്ള തീവ്രവാദം വളരെ വ്യക്തമായ ഒരു സൂചന, വളരെ വലിയൊരു സന്ദേശം കൂടിയല്ലേ. ഒരു അല്പം മുമ്പ് ഞാൻ പങ്കുവച്ചൊരു ആശങ്ക, ഡോക്ടർ മോഹൻ വർഗീസുമായിട്ടും പ്രത്യേകിച്ച് ജയപ്രസാദ് സാറുമായിട്ടും പങ്കുവച്ചൊരു ആശങ്ക എന്ന് പറയുന്നത്, നമ്മൾ ചൈനയ്ക്ക് കൈ കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ആസ്പെക്ട് നിലനിൽക്കുന്നില്ലേ എന്ന്. അപ്പോൾ ഘട്ടം ഘട്ടമായി കാര്യങ്ങൾ മാറുകയാണോ? അല്ല, ഇതൊരു വല്ലാത്ത വഴിത്തിരിവാണ്. നമ്മുടെ പ്രഖ്യാപിത നിലപാടാണ് ഭീകരവാദത്തോട് സന്ധിയില്ലാത്ത നിലപാട് എന്നത്. പലപ്പോഴും ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വേളയിൽ പോലും ഈ ചൈന പാകിസ്ഥാനോടൊപ്പം കൈകോർത്ത് നിന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഓപ്പറേഷൻ സിന്ദൂർ ചൈനയ്ക്കും പാകിസ്ഥാനും മാത്രമല്ല, ലോകത്തിൻ്റെ ഒരു വലിയ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ സൈനിക ശക്തിയെക്കുറിച്ച്, ഇന്ത്യയുടെ ഇൻ്റലക്ച്വൽ വാർ കപ്പാസിറ്റിയെക്കുറിച്ച് അത് എല്ലാവരും ഇന്ന് അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും അതിർത്തി കടക്കാതെ, ബോർഡർ കടക്കാതെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏതാനും 50 റോക്കറ്റോ മറ്റോ നമ്മൾ ഉപയോഗിച്ചത്, മിസൈൽസാണ് നമ്മൾ ഉപയോഗിച്ചതെന്ന് പറയുന്നത്. ആ 50 മിസൈലുകൾ കൊണ്ടൊരു രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു പോരാട്ടം, അത് ചൈനയ്ക്കുള്ള മെസ്സേജാണ്, അതിർത്തിയിലുള്ള ചൈനയ്ക്കുമുള്ള മെസ്സേജാണ്. അതുകൊണ്ട് അവരൊക്കെ അതിൽ നിന്ന് പാഠം പഠിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം, ചൈന കോടാനുകോടി ഡോളർ പാകിസ്ഥാനിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. കോടാനുകോടി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇന്ത്യക്കെതിരായിട്ട് പ്രതിരോധം ചേർക്കാൻ. ചൈന ഒരു മറുഭാഗത്തെ പടിഞ്ഞാറൻ മേഖലയിൽ അവർക്ക് പാകിസ്ഥാൻ്റെ സഹായം ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ്.
ആ പണം മുഴുവൻ കടലിൽ ഒഴുക്കിയ പോലെ ആയില്ലേ? പലിശയുണ്ടോ അവിടെ? അവർക്ക് ഉദ്ദേശിച്ചത് പോലുള്ള എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞോ? അവർ തുറന്നുവിട്ട അവർ എന്താ പറയുക നിർമ്മിച്ച തുറമുഖം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞോ? അവിടെ അങ്ങനെയുള്ള ഒരു മുടക്കിയ പൈസ മുഴുവൻ വെള്ളത്തിലായ അവസ്ഥയിലാണ് ചൈന എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം അവരും ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. അവർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന രാജ്യമല്ലേ. മാത്രമല്ല ഇന്നിപ്പോൾ ഇന്ത്യയുമായിട്ട് കൈകോർക്കുമ്പോൾ ഇന്ത്യ പറയുന്ന ടേംസിലേക്ക് ചൈന എത്തുന്നു എന്നതാണ്. മോഡി പറഞ്ഞെടുത്ത് ഒപ്പുവെക്കാൻ ഇന്ന് ചൈനയുടെ പ്രീമിയർ തയ്യാറാകുന്നു എന്നതാണ്. ഒരു വലിയ ലോകത്തിന് നൽകുന്ന മറ്റൊരു മെസ്സേജ് കൂടിയാണ്. ഗ്ലോബൽ ടെററിസത്തിനെതിരായിട്ട്, അത് പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യക്കൊപ്പം ചൈന അണിനിരക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്ക് നൽകുന്ന ഒരു ശക്തിയും പ്രധാനം തന്നെയാണ്. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാം. മുമ്പ് നമ്മൾ പലപ്പോഴും ചൈനയുടെ അതിക്രമങ്ങളെക്കുറിച്ചും അവരുടെ സാഹസങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവർ ഏത് നീക്കം നടത്തിയപ്പോഴും, ഇന്ത്യക്കെതിരായിട്ട് ഏത് നീക്കം ബീജിംഗ് നടത്തിയപ്പോഴും അതിനെ ശക്തിയായിട്ട് അതിന് തക്കവണ്ണമുള്ള മറുമരുന്നിട്ട് പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് മറന്നുകൂടാ. 2017 ഡോക്ലാമിൽ അവർ സാഹസത്തിന് മുതിർന്നത്. 2018 നമ്മൾ കോഡ് ഉണ്ടാക്കി, ജപ്പാനെ കൂടെ നിർത്തി, അമേരിക്കയെ കൂടെ നിർത്തി, ഓസ്ട്രേലിയ കൂടെ നിർത്തി. പസഫിക് മേഖലയിൽ ജപ്പാൻ ഉണ്ടായിരുന്ന ഐലൻഡ്സിൻ്റെ മേലിൽ ചൈന വച്ചിരുന്ന അവകാശവാദമൊക്കെ അറിയാമല്ലോ. അപ്പോൾ ജപ്പാനെ നമ്മൾ കൂടെ നിർത്തി, കോഡിൻ്റെ മുന്നിൽ നിന്നു. അതിനൊപ്പം തന്നെ ആസിയാൻ രാജ്യങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായിരുന്നു നരേന്ദ്രമോദിയുടെ. 10 രാജ്യങ്ങളുണ്ട്. ആ ആസിയാൻ രാജ്യങ്ങൾക്ക് മുഴുവൻ സൗത്ത് ചൈന സീയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവരാണ്. ചൈനയുടെ രാഷ്ട്രീയവും വ്യാവസായികവും വാണിജ്യപരമായ താല്പര്യങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടിരുന്നവരാണ്. അവരുടെ ഒരു പാട്രണേജ്, അവരുടെ ഒരു രക്ഷാധികാരിയായിട്ട് നരേന്ദ്രമോദി വരികയും അവരെ കൂടെ നിർത്തുകയും ചെയ്തു. 2018 നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിന്, സാധാരണ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഒരു മുഖ്യാതിഥി ഉണ്ടാവുള്ളൂ. പക്ഷേ 2018 മോഡി ഈ 10 ആസിയാൻ രാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാരെ ഒന്നിച്ചു വിളിച്ച് അണിനിരത്തി. അത് ചൈനയ്ക്ക് കൊടുത്ത മെസ്സേജ് വ്യക്തമല്ലേ? അപ്പോൾ ഇന്ത്യയോട് കളിച്ചാൽ, മോഡിയോട് കളിച്ചാൽ ഏറെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് സാഹസമാണ്, അപകടകരമാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി ഇന്നിപ്പോൾ ചൈനയ്ക്ക് ഉണ്ടായിരിക്കുന്നു. അവസാനം മോഡി നിശ്ചയിച്ചെടുത്ത് ഭീകരവാദത്തിനെതിരായിട്ടുള്ള, പാകിസ്ഥാനെതിരായിട്ടുള്ള പരസ്യമായ നിലപാടോടുകൂടി അവർ ഇന്ത്യയോടൊപ്പം വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, അങ്ങ് ഏറ്റവും പുതിയ 2 വാർത്തകൾ കണ്ടു കാണും എന്ന് ധരിക്കുന്നു. ഒന്ന്, അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിൽ ധാരണയായി എന്ന് വെച്ചാൽ നാളെ രാവിലെ മുതൽ സമാധാനം അല്ലെങ്കിൽ ഈ ട്രൂപ്പിൻ്റെ പിന്മാറ്റം ഉണ്ടാകുമെന്നല്ല, എങ്കിൽ പോലും പ്രവർത്തനപരമായ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ലോജിസ്റ്റിക്കൽ ഇഷ്യൂസാണ് ഇനി ഉള്ളതെന്നുള്ളത്. 2, അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ ഒരുമിച്ച് നേരിടാം എന്ന ധാരണയായി എന്നും ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി പറയുന്നു. ഇതിനെ അങ്ങ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഒരു ഫാക്റ്റിൻ്റെ, ഈ ഓൾ വെദർ ഫ്രണ്ട്സ് എന്നുള്ളതിൻ്റെ, ഡോക്ടർ ജയപ്രസാദ് സാറും ഇത് പറയുന്നു. ചൈന പാകിസ്ഥാൻ ബന്ധം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് മാറുന്നതായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ തള്ളി പറയുന്നതിൽ തന്നെ ഒരു വലിയ മാറ്റം കാണാമോ? ഇവിടെ ശ്രീ പ്രദീപ്, ഓൾ വെദർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ അത്ര അഭികാമ്യമായ ഒരു ആശയമല്ല. എപ്പോഴും ദേശീയ താല്പര്യങ്ങൾ തന്നെയാണ്. പെർമനൻറ്റ് ഇൻട്രസ്റ്റ് ആർ ദി ഓൺലി കൺസിഡറേഷൻ. അതായത് പെർമനൻറ്റ് ഫ്രണ്ട്ഷിപ്പ്, ഓൾ വെദർ ഫ്രണ്ട്ഷിപ്പ് എന്നൊന്ന് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ അത്ര ഗുണകരമായ ഒരു നിലപാടല്ല. പക്ഷേ അത് ചൈന ഒരുപക്ഷെ മനസ്സിലാക്കുന്നുണ്ടാകാം. പാകിസ്ഥാനിൽ ചെലവഴിച്ച്, ഇപ്പോൾ ശ്രീ KVS ഹരിദാസ് സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിൽ ചെലവഴിച്ച ഭീമമായ ഒരു തുക അത് ചൈനയ്ക്ക് മുതലാക്കിയെടുക്കാൻ സാധിക്കുമോ എന്ന ന്യായമായ സംശയമുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാൻ എത്രത്തോളം സിവിലൈസേഷനലി പാകിസ്ഥാൻ എത്രത്തോളം ട്രസ്റ്റ് വർത്തി അലയാണ് എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. പാകിസ്ഥാനിലാണ് അബദ്ധബാധ നോർക്കണം. അമേരിക്ക ഏറ്റവും അധികം തേടിക്കൊണ്ടിരുന്ന 9/11 ടെററിസ്റ്റ് ഒസാമ ബിൻ ലാഡന് അഭയം കൊടുത്തത് പാകിസ്ഥാനാണ് എന്നുകൂടി ഓർക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു സൂചനയാണെങ്കിൽ പാകിസ്ഥാൻ ക്യാൻ നെവർ ബി ആൻ ഓൾ വെദർ ഫ്രണ്ട് ഫോർ ഐദർ അമേരിക്ക ഓർ ചൈന. ഇത് ഈ 2 രാജ്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ
ട്രംപ് പാകിസ്ഥാനെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിൻ്റെ അസിം മുനീറിനെ 2 പ്രാവശ്യം വിളിച്ച് ബിരുദ സൽക്കാരം കൊടുത്ത് അസിം മുനീറിൻ്റെ എൻഡോഴ്സ്മെൻറ്റ് സമാധാന നോബൽ സമ്മാനത്തിനൊക്കെ എഴുതി വാങ്ങിച്ചതിൻ്റെ പിന്നിൽ പാകിസ്ഥാനോടുള്ളൊരു സ്നേഹമല്ല, മറിച്ച് ഇന്ത്യയെ ചെക്ക്മേറ്റ് ചെയ്യാൻ പാകിസ്ഥാനെ ഉപയോഗിക്കാം എന്ന ഒരു കുറുക്ക് വഴി തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് പാകിസ്ഥാൻ ഇവിടെ അൺട്രസ്റ്റ്വർത്തി ഒരു അലൈ ആണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ഈ മുൻകാലങ്ങളിൽ ഇന്ത്യ വിരോധം ഉണ്ടായിരുന്നത് കൊണ്ട് എക്കാലത്തും ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാൻ പാകിസ്ഥാൻ വിധിക്കപ്പെട്ടിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ ഇവിടെ ശ്രീ പ്രദീപ് പിള്ള സൂചിപ്പിച്ച 2 തീരുമാനങ്ങൾ ഇന്നത്തെ ഏറ്റവും നിർണായക ടേക്ക് അവേ എന്ന് ഞാൻ കരുതുന്നത് 2 തീരുമാനങ്ങൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിർത്തി കടന്നുള്ള ഭീകരവാദം എതിർക്കാൻ ഭാരതത്തോടൊപ്പം കൈകോർക്കാൻ ചൈന തയ്യാറാണ്. ഇത് ഒരിക്കൽ പോലും കഴിഞ്ഞ 24 മണിക്കൂറിന് മുമ്പിൽ കഴിഞ്ഞ ദിവസം ഇതേ വിഷയം ഇതേ പ്ലാറ്റ്ഫോമിൽ എഡിറ്റേഴ്സ് ചോയ്സിൽ ചർച്ച ചെയ്തപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നൊരു കാര്യമല്ല ചൈനയുടെ ഒരു സഹായം ഗ്ലോബൽ ടെററിസത്തെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ മണ്ണിൽ നിന്നുൾപ്പെടെ കടന്നുവരുന്ന തീവ്രവാദത്തെ ഒരുമിച്ച് നിന്ന് ചെറുക്കാൻ ചൈന ഭാരതത്തിന് കൈകൊടുക്കുമെന്ന് ചിന്തിക്കാനാവുമായിരുന്നില്ല. ഇന്നത് അതിൻ്റെ സൂചനകൾ, വ്യക്തമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. 2, അടിസ്ഥാനപരമായി ഇന്ത്യ ചൈന പ്രശ്നത്തിന് ഒരു ബോർഡർ സ്വഭാവമുണ്ട്. അത് ദോക്ലാം സംഘർഷം, അതുപോലെ ഗൽവാൻ സംഘർഷം, അതിന് മുൻപ് നടന്ന പല കടന്നുകയറ്റങ്ങൾ എല്ലാം തന്നെ അതിർത്തിയെ വളരെ ദുർബലമാക്കുന്നു. മക്മഹോൺ ലൈൻ, അതായത് സായിപ്പ് വരച്ച ആ മക്മഹോൺ ലൈനിൻ്റെ ഇരുപുറത്തുമായി ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയും ഇന്ത്യയുടെ സൈന്യങ്ങളും മുഖാമുഖം നിൽക്കുകയാണ്. ട്രൂപ്പ് വിഡ്രോവൽ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. 2024 ഒക്ടോബറിൽ ഈ ഖസാനിൽ വെച്ച് കണ്ടുമുട്ടിയ മോദിയും ഷീ ജിൻപിങ്ങും കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ ധാരണയനുസരിച്ച് ഘട്ടം ഘട്ടമായി ഈ സൈനിക യൂണിറ്റുകൾ, അതായത് ബാരക്റ്റുകളിലേക്ക് മാറാമെന്നൊരു തീരുമാനമെടുത്തു. അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു ദൃഢനിശ്ചയമാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും, ചൈന ഉൾപ്പെടെയുള്ള ഈ 2 രാജ്യങ്ങളും കാണിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഫണ്ടമെൻ്റൽ വിഷയം, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റവും ഫണ്ടമെൻ്റലായ അതിർത്തി വിഷയത്തിന് ഒരു രമ്യമായ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ അയൺ ഔട്ട് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ചൈനീസ് ഇനി വരുന്ന 3 സന്ദർശനങ്ങൾ അതീവ നിർണായകമാണ്. നോക്കൂ, ട്രംപിൻ്റെ ഇന്ത്യ സന്ദർശനം ക്വാഡിൽ പങ്കെടുക്കാനുള്ള, ക്വാഡിൽ ഇന്ത്യയാണ് ആദ്യത്തെ വരലുണ്ടെന്ന് ഓർക്കണം. ഇന്ത്യയിൽ വന്ന് ക്വാഡ് മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള ട്രംപിൻ്റെ തീരുമാനം മാറ്റിവെച്ചിരിക്കുന്നു. അദ്ദേഹം വരുന്നില്ല. ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും ക്വാഡ് തന്നെ ഒരുപക്ഷെ അപ്രസക്തമാകുന്നു. ജപ്പാനും ഇന്ത്യക്കും ഇല്ലാത്ത ഒരു കൺസേൺ എന്തിന് അമേരിക്കയ്ക്കും ഓസ്ട്രേലിയക്കും ഉണ്ടാകണം? അതുകൊണ്ട് ക്വാഡ് സമ്മേളനത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടക്കുന്ന ക്വാഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ അർത്ഥശൂന്യത ട്രംപ് മനസ്സിലാക്കി പിൻവലിച്ചിരിക്കുന്നു. 2ാമത്തെ സന്ദർശനം, പുടിൻ ഈസ് കമ്മിങ് ടു ഇന്ത്യ. ഓർക്കണം, കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഇതേ സമയത്ത് കഴിഞ്ഞ ദിവസം എഡിറ്റേഴ്സ് ചോയ്സ് നടക്കുമ്പോൾ വന്ന ഒരു വാർത്തയുടെ ഒരു പിന്നാമ്പുറത്തേക്ക് പോവുകയാണ്. നരേന്ദ്രമോദി ആൻഡ് വലോദിമിർ സെലൻസ്കി ഹാഡ് ടെലിഫോണിക് കോൺവെർസേഷൻ. എങ്ങനെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഒരു സംസാരമുണ്ടായി. അതിന് മോദി ഒരു ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് പുടിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഒരു ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ സഹായം ഉണ്ടാകും എന്നുറപ്പ് കൊടുത്തിരിക്കുകയാണ്. അതിനർത്ഥം വെൻ പുടിൻ കംസ് ടു ന്യൂഡൽഹി ഇൻ ഡിസംബർ, ഒരുപക്ഷെ ലോകം ഞെട്ടുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇന്ത്യ സഹകരിച്ചാൽ, ഇന്ത്യ മധ്യസ്ഥത വഹിച്ചാൽ, അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ചൈനയും ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ മധ്യസ്ഥത വഹിച്ചാൽ ഉക്രൈനും റഷ്യയും ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കാൻ തയ്യാറാണ്. ട്രംപിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു അടി, മുഖത്തേക്കുന്ന അടിയായിരിക്കും അത്. കാരണം ലോക പോലീസായും ലോക ഡിപ്ലോമാറ്റായും ചമഞ്ഞ് നടക്കുന്ന, ലോക സമാധാനവാഹകനായി സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ പറത്തിവിട്ടുകൊണ്ട് നൊബേൽ പീസ് പ്രൈസ് വാങ്ങാൻ നടക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പരമ്പരാഗതമായി വഹിച്ചിരുന്ന ദ റോൾ ഓഫ് എ ബാലൻസർ, അല്ലെങ്കിൽ റോൾ ഓഫ് എ നെഗോഷിയേറ്റർ, റോൾ ഓഫ് എ മീഡിയേറ്റർ, റോൾ ഓഫ് എ ബ്രിങ്ക്മാൻ, ഇങ്ങനെയൊരു റോള് ഭാരതം വഹിച്ചാൽ അതിനർത്ഥം എന്താ? ഇന്ത്യ ഹാസ് അറൈവ്ഡ് അറ്റ് ദി ഗ്ലോബൽ സീൻ വിത്ത് എ ബാങ് എന്ന് തന്നെയാണ് അർത്ഥം. ആ ഒരു പദവിയിലേക്ക് അത് വരുമോ എന്ന് അറിയാൻ പറ്റില്ല. ഒരുപക്ഷെ പുടിൻ, തന്ത്രശാലിയായ പുടിൻ ഒരുപക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൂടായികയില്ല. ഇന്ത്യ പറഞ്ഞാൽ
ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അത് റഷ്യയിലേക്കുള്ള സന്ദർശന വേളയിൽ മോദിയും പുടിനും തമ്മിലുള്ള കഴിഞ്ഞ വർഷം സന്ദർശന സമയത്ത് ഇത് പുടിൻ ഉറക്കെ പറഞ്ഞതാണ്, ബ്രിക്സ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന്. സമാനമായ ഒരു ചിന്ത സെലൻസ്കിയും പറഞ്ഞു, ഞാൻ ഡൽഹിയിലേക്ക് വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓൾ ഐസ് ആർ കൺവേർജിങ് ഇൻ ന്യൂ ഡൽഹി ഇൻ ഇന്ത്യ. ഇത് ഒരു പക്ഷേ ഇന്ത്യ നവഭാരത് ന്യൂഡൽഹി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. കാര്യം മറ്റൊരു ഭാഗം ഇതിന്റെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. തന്ത്രം നയതന്ത്രം എഡിറ്റേഴ്സ് ചോയ്സ് അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കിടക്കുകയാണ്. ഡോക്ടർ ജയപ്രസാദ്, ഇത് ഈയൊരു ഡെവലപ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതാണോ എന്നറിയില്ല. ഇതിൻ്റെ ഞാനിപ്പോൾ വെറുതെ എക്സ്പോസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ഒരല്പം ട്വിസ്റ്റ് ചെയ്തതാണോ അതെന്നറിയില്ല, എൻ്റെ യാഥാർത്ഥ്യം അറിയില്ല. എങ്കിൽ പോലും ഒരു വീഡിയോ കാണിച്ചിട്ട് അതിൽ ഈ SCO സമ്മിറ്റിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഏറെക്കുറെ അവഗണിച്ച് ഹസ്തദാനമൊന്നും കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന ചൈനീസ് പ്രസിഡൻറ്റിനെയാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഇതിപ്പോൾ ഫാക്ട് ചെക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരല്പം എഡിറ്റ് ചെയ്ത് ചേർത്താണ്, ഇതൊന്നും അറിയില്ല. എങ്കിൽ പോലും അല്പം മുമ്പ് വന്ന ഈ രണ്ട് വാർത്തകളും ഇതും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ, പ്രത്യേകിച്ച് ചൈനയുടെ ഇന്നത്തെ ഒരു സാഹചര്യം, ഇതിപ്പോൾ ചൈന വളരെ വിശാല മനസ്കരായി ഓവർനൈറ്റ് മാറുകയും ഭാരതത്തെ ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ചു എന്നൊന്നും കരുതാൻ മാത്രം ഭോഷ്ക്ക് നമുക്കാർക്കുമില്ല. പക്ഷേ ചൈനയുടെ ഇന്നത്തെ ഒരു അവസ്ഥ, ആഗോളതലത്തിലുള്ള നിലനിൽപ്പ്, അത് വ്യാപാര രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ഒരു പക്ഷേ സുരക്ഷാ രംഗത്ത് ഒക്കെ ഉള്ള ഒരു ചാലഞ്ച്, അവിടെ ഭാരതം US-നോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു വലിയ വെല്ലുവിളി അല്ലെങ്കിൽ തിരിച്ചടി, അത് മുന്നിൽ കണ്ട് ഒരു മുഴം മുമ്പേ ചൈന ഒരു അഭ്യർത്ഥനയുമായി തന്നെയാണ് മുന്നോട്ട് വന്നത്. അത് ഒരു ഭാഗത്ത് അത് നിൽക്കുമ്പോൾ തന്നെ ചൈന പറയുന്നു അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിനെതിരെ കൂട്ടായി പോരാടാം, അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ധാരണയായെന്ന് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി പറയുന്നു. എങ്ങനെ കാണുന്നു? ലോകരാഷ്ട്രീയത്തിലെ ഇന്ത്യക്ക് വളരെ സുപ്രധാനമായൊരു പങ്കുണ്ട്. നമ്മളിന്ന് പറയുന്ന അമേരിക്കൻ മേൽക്കോയ്മയെ തടയാൻ, അല്ലെങ്കിൽ അതിൻ്റെ താക്കോൽ ഇന്ത്യയുടെ കൈവശമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സമീപനമാണ് ബ്രിക്സിലും SCOയിലും നമ്മൾ കണ്ടത്. അപ്പം അതായത് ലോക സമ്പദ് വ്യവസ്ഥയുടെ ഏതാണ്ട് 32%, അതുപോലെ 28 ട്രില്യൺ എക്കോണമിയാണ് ബ്രിക്സ് രാജ്യങ്ങൾ, 10 അംഗ ബ്രിക്സ് രാജ്യങ്ങൾക്കുള്ളത്. അപ്പം ബ്രിക്സ് രാജ്യങ്ങളിൽ ഇന്ത്യ ഒഴിച്ചുള്ള പ്രധാനമായിട്ടും ചൈനയും റഷ്യയും ബ്രിക്സ് കറൻസി ആയിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഇന്ത്യയാണത് ബ്ലോക്ക് ചെയ്തത്. അപ്പോൾ നാളെ അത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യയുടെ പിന്തുണയുണ്ടെങ്കിൽ, അത് ബ്രിക്സ് കറൻസി വരികയാണെങ്കിൽ ഡോളറിനുള്ള ഏറ്റവും വലിയ മറുപടിയായി അത് മാറും. ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ആ തരത്തിലൊരു പുതിയ മാറ്റം, വിപ്ലവകരമായ മാറ്റം വരുത്താൻ ഇന്ത്യക്ക് കഴിയും. ഇന്ത്യയുടെ മനംമാറ്റം മാത്രമേ. നമ്മുടെ പ്രധാനമന്ത്രി, എനിക്ക് തോന്നുന്നു, അമേരിക്ക നിലപാടുകൾ തിരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ആ തരത്തിലേക്ക് പോകാൻ നിർബന്ധിതമാകും. അതുപോലെ തന്നെയാണ് SCO എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അമേരിക്കയും അമേരിക്കൻ കൺട്രോൾ ചെയ്യുന്ന യൂറോപ്പിനും ബാഹ്യമായിട്ടുള്ള രണ്ട് ലോക ക്രമീകരണങ്ങളാണ്. പ്രധാനമായും നോൺ പൊളിറ്റിക്കൽ ഫോറമാണ്. അതായത് സാമ്പത്തിക നയങ്ങളും ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെയുള്ള വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ചർച്ചകളിൽ വരുന്നത്. അപ്പോൾ ഇത് ഈ ലോക സമ്പദ് വ്യവസ്ഥയുടെ 1/3 പങ്കാളിത്തമുള്ള ഈ രാജ്യങ്ങൾ, ജനസംഖ്യയുടെ 45%, ലോക രാജ്യങ്ങളുടെ വിസ്തീർണത്തിൽ ഏതാണ്ട് 25% വരും. ആ തരത്തിൽ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഈ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ, അത് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വരുമ്പോഴത്തേക്കും പുതിയ ഒരു ലോകക്രമം, ഞാൻ മനസ്സിലാക്കുന്നത് 2025 ലോക രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വർഷമായി മാറും. അതായത് 1945 പോലെ 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷമുണ്ടായ ഒരു കോൾഡ് വാറിൻ്റെ അവസാനം പോലെ 2025 അമേരിക്കയുടെ ലോക മേൽക്കോയ്മയ്ക്കുള്ള ആദ്യത്തെ അടി കിട്ടുന്ന ഒരു അവസരമായി മാറും. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മൾ ലോക മാധ്യമങ്ങളെല്ലാം തന്നെ അമേരിക്കയെ അപലപിക്കാത്ത മിക്കവാറും എല്ലാ മാധ്യമങ്ങളും അമേരിക്കയുടെ നിലപാടുകൾ, 100 രാജ്യങ്ങൾക്കാണ് അമേരിക്ക അനാവശ്യമായ ചുങ്കം ഏർപ്പെടുത്തിയത് ട്രംപ്. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഫെഡറൽ കോർട്ട് അതിനെതിരായ വിധി വന്നിട്ടുണ്ട്. അവിടുത്തെ പൊതുജനാഭിപ്രായം അതിനെതിരായിട്ടാണ്. ലോക പൊതുജനാഭിപ്രായം എതിരാണ്. കാരണം ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തരത്തിലുള്ള ഒരു ബോംബിടുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ടാരിഫ് വാർ എന്ന് പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സമയം കുറവുള്ളതുകൊണ്ട് അങ്ങോട്ടുള്ള ഒരു ചോദ്യം ഞാൻ ഇപ്പോൾ തന്നെ ചോദിച്ചുള്ളത്. കാര്യം ഇനി അവസാനം ഒരു കഷ്ടിച്ച് 8 മിനിറ്റ് മാത്രമേ എഡിറ്റേഴ്സ് ചോയ്സിൽ ബാക്കിയുള്ളൂ. എല്ലാവരിലേക്ക് എനിക്കൊന്ന് പോവുകയും വേണം. ഈ അങ്ങ് പറഞ്ഞല്ലോ ഈ എണ്ണ വിലയുടെ കാര്യം. അന്ന് ഭാരതം ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? യൂറോപ്യൻ യൂണിയന് എണ്ണ വേണം, US-ന് എണ്ണ വേണം, ലോകത്തിനെമ്പാടും എണ്ണ വേണം. അത് റഷ്യ ഭാരതത്തിന് തരാൻ തയ്യാർ. റഷ്യയിൽ നിന്ന് ഭാരതം മിതമായ വിലയ്ക്ക് വാങ്ങി അത് മറ്റുള്ള സ്ഥലത്തേക്ക് കയറ്റുമതി ചെയ്യും. സ്വാഭാവികമായിട്ടും ചാരിറ്റി അല്ലല്ലോ. ഭാരതത്തിന് അതിൻ്റേതായിട്ടുള്ള മെച്ചം കിട്ടി. ഒരു ഭാഗത്ത് 2 ഗുണം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ വായിച്ചറിഞ്ഞത്. ഒന്ന്, റഷ്യക്ക് ഇതിൽ നിന്ന് അമിത ലാഭമുണ്ടാക്കാനുള്ള അവസരം ലഭിച്ചില്ല. 2, ആഗോള എണ്ണ വിലയെ പിടിച്ചു നിർത്താൻ, ന്യായമായ ഒരു ലെവലിൽ പിടിച്ചു നിർത്താൻ ഭാരതത്തിൻ്റെ ഇടപെടലിന് കഴിഞ്ഞു. ഈ 2 വലിയ ഫാക്ടേഴ്സ് മറന്നുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 25% കൂടി അടിച്ചതും. റഷ്യയിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ ഇറക്കുമതി ചെയ്യുന്ന US പ്രസിഡന്റാണ് ഇത് പറഞ്ഞത്. അതേക്കുറിച്ച് ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം കൃത്യമായി പൊട്ടം കളിച്ചു. വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് തന്നെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയോട് ആ നിലപാട് സ്വീകരിച്ചും ഇല്ല. അങ്ങനെ യാതൊരു സ്ഥിരതയും ഇല്ലാത്ത, ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു ആർഗ്യുമെൻറ്റും. അപ്പോൾ വീണ്ടും ഇപ്പോൾ കറങ്ങിത്തിരിച്ച് വരുന്നത് വ്യാപാര കരാറും ക്ഷീരമേഖലയും കാർഷിക മേഖലയും എണ്ണ ഇറക്കുമതിയും ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഈ വല്ലാണ്ട് കാശുണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ആർത്തിയുണ്ടല്ലോ, പദവികളോട്, അംഗീകാരങ്ങളോട്. അതുപോലെ അദ്ദേഹത്തിന് ഇപ്പോൾ ഇനി ആകെ ബാക്കി, കാര്യം ഈ ടേം കൂടെ കഴിഞ്ഞാൽ ഇനി US പ്രസിഡന്റ് ആവാൻ കഴിയില്ല. അപ്പോൾ ഇനി ആകെ ബാക്കി സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമാണ്. ഇസ്രയേലിനോടും പോയി പറഞ്ഞു നോക്കി, ഹമാസിനോട് പോയി പറഞ്ഞു നോക്കി, യുക്രൈനോട് പറഞ്ഞു നോക്കി, റഷ്യയോട് പറഞ്ഞു നോക്കി, ഏറ്റവും ഒടുവിൽ വിടാമെന്ന് ഇത് വെടിനിർത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മളാണെന്ന്. അപ്പോൾ ഈ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഭാരതം ചെയ്ത എക്കണോമിക്കലി രാജ്യാന്തര തലത്തിൽ ലോക സമൂഹത്തിന് ഭാരതം ചെയ്തൊരു ഉപകാരത്തിനെയല്ലേ അദ്ദേഹം ഈ മട്ടിൽ വ്യാഖ്യാനിച്ചത്? തീർച്ചയായിട്ടും ലോകത്തിൽ നമ്മൾ ഉക്രൈൻ വാർ തുടങ്ങുമ്പോൾ ലോകത്തിൽ 2 കാര്യങ്ങൾ, ഒന്ന് ഭക്ഷ്യസുരക്ഷയും അതോടൊപ്പം തന്നെ എണ്ണവിലയും. ഇത് രണ്ടും പിടിച്ചു നിർത്തുന്നതിൽ ഭാരതത്തിന് വലിയ റോളുണ്ട്. കാരണം ഇന്ത്യയുടെ ആ നിലപാട് കൊണ്ടാണ് ലോകത്തിൽ നമ്മളെ എണ്ണയുടെ വിലയ്ക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടുകളെന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ലോകത്തിൻ്റെ പൊതു താല്പര്യത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് എല്ലാ കാലഘട്ടത്തിൽ നിന്നത്. ഉക്രൈൻ വാർ തുടങ്ങുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ് ലോകത്തിലെ ആദ്യത്തെ നേതാവ് ഈ കാലഘട്ട യുദ്ധത്തിൻ്റെതല്ല എന്ന് വിളിച്ചു പറഞ്ഞത്. ആ തരത്തിൽ നമ്മുടെ നിലപാടുകളെന്ന് പറയുന്നത് ലോകത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി. ഇപ്പം എനർജി സെക്യൂരിറ്റി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസമൂഹമുള്ള രാജ്യമാണ് നമ്മുടേത്. അപ്പം അമേരിക്കയുടെ കണ്ണെന്ന് പറയുന്നത് ട്രംപിൻ്റെ ആദ്യത്തെ ഭരണകാലഘട്ടത്തിലും അവർക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ മേഖല തുറന്നു കൊടുക്കുക, അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ ഇന്ത്യയിലെ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അത് അന്ന് മുതൽ തന്നെ 2016 മുതൽ തന്നെ ഇന്ത്യ പറയുന്നു നിരന്തരമായിട്ട് കാർഷിക മേഖലയും അതുപോലെ നമ്മുടെ ഡയറി സെക്ടറും നമ്മൾ ഓപ്പൺ ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഈഗോ വിഷയമുണ്ടായി. കാരണം നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനൊരു വിഷയം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ചൈനയോട് എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? മറ്റ് പല ലോകരാജ്യങ്ങളോടുള്ള സമീപനം എന്താണ്? മാത്രമല്ല നമ്മൾ എണ്ണ മാത്രമല്ലല്ലോ ഇറക്കുമതി ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് അവിടെ നിന്നല്ലേ ഏറ്റവും വലിയ രാജ്യം. ഇപ്പം മറ്റ് പല രാജ്യങ്ങളിലാണ് 35-40% ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ റഷ്യയിൽ നിന്നല്ലേ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ വരുമ്പോഴത്തേക്കും ആ പറയുന്ന വാദങ്ങൾക്ക് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്കയുടെ പൊതുജനാഭിപ്രായം ട്രംപിൻ്റെ നിലപാടിനോടല്ല. പക്ഷേ ട്രംപ് അവിടുത്തെ എക്കോണമിയെ സംരക്ഷിക്കാനെന്നുള്ള നിലപാടിലാണ് ഈ ഒരു ടാരിഫ് വാർ എന്നുള്ള തരത്തിലേക്ക് മുന്നോട്ട് വന്നത്. അത് അവിടെ തന്നെ വലിയൊരു വിലവർധന വിലയിലേക്കായിരിക്കും വരുന്നത്. കാരണം ബ്രസീൽ ഒരു ഭാഗത്ത് കാനഡയെ ശത്രുവാക്കുന്നു, ബ്രസീലിനെ, അതായത് അമേരിക്കയുടെ ഏതാണ്ട് തൊട്ട് കിടക്കുന്ന രാജ്യമാണല്ലോ കാനഡ. ബ്രസീലും ഒരു അയൽ രാജ്യം, വളരെ ക്ലോസ് ആയിട്ട് അയൽ രാജ്യമാണ്. ലാറ്റിൻ അമേരിക്ക ഏറ്റവും വലിയ രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രസീലും ഇന്ത്യയും, ഇപ്പോൾ ഇതിൽ എടുത്ത് നമ്മൾ പറയേണ്ട കാര്യം, നമ്മൾ ഇന്ത്യയും കാനഡയും തമ്മിൽ നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഇന്ത്യയും കാനഡയും തമ്മിൽ ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുത മാറിയതിന് ശേഷം പുതിയ ഒരു സൗഹൃദത്തിലേക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മൾ പരസ്പരം അംബാസഡർമാരെ നിയമിച്ചിരിക്കുന്നു, ഹൈക്കമ്മീഷണർമാരെ നിയമിച്ചുകൊണ്ട്. ആ തരത്തിൽ ഇന്ത്യക്ക് 2 വിഷയങ്ങളാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നത്. ഒന്ന്, നരേന്ദ്രമോദിയുടെ മുന്നിൽ വന്നതാണ് ഇന്ത്യ കാനഡ റിലേഷൻസ്.
നമ്മുടെ ലക്ഷക്കണക്കിന് കുട്ടികൾ അവിടെ പോയി പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് തിരിച്ച് പുതിയ പാതയിലേക്ക് വരാൻ പോകുന്നത്. അവിടെ നമ്മൾ അതുകൊണ്ട് ഈ SCO മാത്രമല്ല, ഈ 2025 ലോക ചരിത്രത്തിൽ ഇന്ത്യയുടെ വർഷമായിട്ട് കണക്കാക്കപ്പെടും. അത് ഏഷ്യയുടെയും വർഷമായിട്ട് കണക്കാക്കപ്പെടും. അത് ലോക സമാധാനത്തിനും അമേരിക്കയുടെ ഡോമിനൻസിനും, ലോക സമാധാനത്തിന് നമ്മുടെ സംഭാവന ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ അമേരിക്കൻ ഡോമിനൻസിനെ തടയാനുള്ള താക്കോൽ നമ്മുടെ കയ്യിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോളറിന് ബദലായിട്ടുള്ള ബ്രിക്സ് കറൻസി ഇന്ത്യ കൂടെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിലവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയെ ചങ്ങലയ്ക്ക് നേരിടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. 3 മിനിറ്റ് മാത്രം ബാക്കി. അതുകൊണ്ട് മാത്രം അങ്ങ് വളരെ രസകരമായ ഒരു നെറേറ്റീവിലേക്ക് പോവുകയായിരുന്നു, പക്ഷേ വൈൻഡപ്പ് ചെയ്തേ പറ്റൂ. 3 മിനിറ്റ് മാത്രം ബാക്കി. വളരെ പെട്ടെന്ന് ശ്രീ KVS ഹരിദാസ് സർ, ഒരു ഒറ്റ മിനിറ്റിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ എന്ന് പറഞ്ഞു വന്ന ആൾ ഇപ്പോൾ ഇരിക്കുന്നൊരു അവസ്ഥ, ഒന്ന് US-ന്റെ ക്രെഡിബിലിറ്റി, ഈ ഒരു ട്രസ്റ്റ് വർത്തിനെസ്, ഈ നമ്പാൻ കൊള്ളില്ല, ഡിപ്പെൻഡബിൾ അല്ല എന്നുള്ളൊരവസ്ഥയെ കൊണ്ട് എത്തിച്ചു എന്ന് പറയുന്നതിൽ ഒട്ടനവധി പ്രമുഖരുണ്ട്, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നടക്കം. 2, ഈ ഭാരതത്തെ ഡെഡ് എക്കോണമി എന്ന് വിളിച്ചതിനെ ആദ്യം തള്ളിപ്പറഞ്ഞതിൽ ഒരാൾ ഓസ്ട്രേലിയയുടെ ട്രേഡ് മിനിസ്റ്ററാണ്. അപ്പോൾ ഈ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഒരു ഭാഗത്ത് വെറുപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാൾ 2025 ഭാരതത്തിൻ്റെ വർഷമായിരിക്കും എന്ന് ജയപ്രസാദ് സാർ പറയുമ്പോൾ, അതുപോലെ തന്നെ ട്രംപിൻ്റെ പതനത്തിൻ്റെയും തുടക്കമാകും. കാര്യം അമേരിക്കയെ പൂർണ്ണമായും തള്ളിപ്പറയാനൊന്നും ഭാരതം തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്കയുമായുള്ള ബന്ധം വെട്ടിമുറിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇരു രാഷ്ട്രങ്ങൾക്കും പരസ്പരം കൂടിയേ കഴിയൂ. ഭാരതത്തിന് അവിടെയുള്ള അവസരങ്ങൾ വേണം, അവിടുത്തെ പഠന സൗകര്യങ്ങൾ വേണം, അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് വേണം. US-നാണെങ്കിലോ ഭാരതത്തിൻ്റെ ടാലൻറ്റ് പൂളും വേണം. അതുകൊണ്ട് ഈ വർഷം ഇതൊരുപക്ഷെ ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ട ആള് അമ്പയെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയ്ക്ക്, ആ പതനത്തിന് തുടക്കം ഈ കൈകൾ കൊണ്ട് തന്നെ ആകുമോ? 1 മിനിറ്റിൽ KVS ഹരിദാസ്. അല്ല, നരേന്ദ്രമോദിയോട് കളിക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം. നരേന്ദ്രമോദിയുടെ ഇന്ത്യയോട് കളിക്കുമ്പോൾ ശ്രദ്ധ വേണം എന്നുള്ളൊരു മെസ്സേജാണ് 2025 നൽകുന്നത്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അത് ട്രംപിനും ബാധകമാണ്, ചൈനയ്ക്കും ബാധകമാണ്, ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ബാധകമാണ്. അതാണ് 2025 സ്പെഷ്യാലിറ്റി. താങ്ക് യു വെരി മച്ച് ഡോക്ടർ മോഹൻ വർഗീസ്. ഒരു 1.5 മിനിറ്റ് കൂടി വൈൻഡപ്പ് ചെയ്യണം. ദ ലാസ്റ്റ് വേർഡ്. ലാസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മെഗാ ഫെയിലിയറായി മാറുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഇങ്ങനെ ഒരു ടേൺ ഓഫ് ഇവൻറ്റ് പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിയും. ചൈനയും ഇന്ത്യയും തമ്മിൽ കൈകോർക്കും. ഒരുപക്ഷെ ബ്രിക്സിൻ്റെ പുനരുജ്ജീവനത്തിന് താൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം തൻ്റെ തന്നെ പ്രവൃത്തി കൊണ്ട് സംഭവിക്കും എന്ന് സ്വപ്നേന വിചാരിച്ച് കാണില്ല ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപദേശകർ ആര്? ഇത് വലിയ ചോദ്യമാണ്. ഇനിയുള്ള നാളുകളിൽ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് എന്താണ്? അമേരിക്കയുടെ പതനത്തിന് തുടക്കം ഇവിടെ 2025 തുടങ്ങുന്നു എന്നതാണ്. നമുക്ക് ഇതിനെ ഒരു സമ്മപ്പ് ചെയ്ത് തുടങ്ങാൻ കഴിയുന്നത്. അവിടെ ഒരു പുതിയ ലോകക്രമത്തിൻ്റെ ഉദയം ഈ ചർച്ചയുടെ പരിസമാപ്തി ഘട്ടത്തിൽ നിന്ന് പറയുകയാണ്. റഷ്യ, ഇന്ത്യ, ചൈന, ഈ 3 രാജ്യങ്ങൾ സീൻ ഓൺ ദ സെയിം പേജ് അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ ദർ ഇസ് എ ഇനോമസ് ഷിഫ്റ്റ് ഇൻ ദ വേൾഡ് ഓർഡർ. ലോകക്രമം തന്നെ മറിയും. അത് ഇന്ത്യക്ക് ആത്യന്തികമായി പ്രയോജനകരമായിരിക്കും എന്ന ഒരു എൻഡ് വേർഡാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. നല്ല പ്രയോഗം. മാഗയിൽ നിന്ന് മെഗാ ഫെയിലിയറിലേക്ക് ട്രംപ് പോകുമ്പോൾ ലോകം ഉറ്റുനോക്കുകയാണ് ഭാരതത്തെ, നരേന്ദ്രമോദിയെ, ഭാരതത്തിന്റെ ഓരോ ചുവടുവയ്പ്പിനെയും. എഡിറ്റേഴ്സ് ചോയ്സ് ഇവിടെ സമാപിക്കുന്നു. ഇനി ജനം ടുനൈറ്റ്. നമസ്തേ.